ഇല്ലൂമിനാറ്റി എന്ന തിന്മയുടെ ഇതിഹാസം. ദുരൂഹത എന്ന വാക്കിന് പകരം ഉപയോഗിക്കാവുന്ന വാക്കായി മാറിയിരിക്കുന്നു ഇല്ലുമിനാറ്റി. അടിമുടി ദുരൂഹം. നാം ജീവിക്കുകയും അനുഭവിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ലോകത്തിലും ഇവിടെ നടക്കുന്ന സംഭവങ്ങൾക്കും പിന്നിൽ നാം കാണുന്നതിനും മനസ്സിലാക്കുന്നതിനും അപ്പുറമുള്ള ഒരു രഹസ്യ പദ്ധതിയുണ്ട് എന്നുള്ള പ്രചാരണങ്ങളെയാണ് ഇല്ലുമിനാറ്റി എന്ന് വിളിച്ചുവരുന്നത്. ഇക്കാണുന്ന സംഭവങ്ങളെല്ലാം ഒരു നിഗൂഢശക്തി നിയന്ത്രിക്കുകയാണെന്നും യാദൃച്ഛികമെന്ന് തോന്നുന്ന സംഭവങ്ങൾ തമ്മിൽ ഗൂഢമായ പരസ്പര ബന്ധം നിലനിൽക്കുകയാണെന്നും ഗൂഢാലോചനാ സിദ്ധാന്തക്കാർ വിശ്വസിക്കുന്നു. ഹോളിവുഡ് സിനിമകളും പ്രശസ്ത ഇംഗ്ലീഷ് എഴുത്തുകാരൻ ഡാൻ ബ്രൗണിന്റെ ഡാവിഞ്ചി കോഡ്, ഏഞ്ചൽസ് ആൻഡ് ഡെമോൺസ്, ദി ലോസ്റ്റ് സിംബൽ എന്നീ നോവലുകളിലൂടെയുമാണ് അടുത്തിടെ ഇല്ലുമിനാറ്റി എന്ന വാക്ക് അല്ലെങ്കിൽ ആശയം പൊതുശ്രദ്ധയിലേക്കെത്തുന്നത്. ഇതിലെടുത്തു പറയേണ്ടത് ഡാവിഞ്ചി കോഡ് എന്ന നോവൽ തന്നെ. വളരെ പെട്ടെന്നു തന്നെ ഈ പുസ്തകം ശ്രദ്ധിക്കപ്പെട്ടു. ഉപജാപ സിദ്ധാന്തത്തിന്റെ ലോകവിജയമായിരുന്നു 2003 പുറത്തിറങ്ങിയ ഈ നോവൽ. യേശുക്രിസ്തുവിന് മഗ്ദലനയിലെ മറിയത്തിൽ ഒരു മകളുണ്ടായെന്നും അവളുടെ സന്തതി പരമ്പരകളിലൂടെ യേശുവിന്റെ രക്തപാരമ്പര്യം ഇന്നും നിലനിൽക്കുന്നുവെന്നും കത്തോലിക്കാ സഭയുടെ അടിത്തറ ഇളക്കാൻ പോന്ന രഹസ്യങ്ങൾ പുരാതന കാലം തൊട്ട് സൂക്ഷിക്കുന്ന പ്രിയറി ഓഫ് സയൺ എന്ന രഹസ്യ സംഘടന ഇപ്പോഴും പ്രവർത്തിക്കുന്നുവെന്നും വാദിച്ച ഡാവിഞ്ചി കോഡ് നോവലും ചലച്ചിത്രവും അനുബന്ധ ഗ്രന്ഥങ്ങളുമൊക്കെയായി ഒരാഗോള വ്യവസായം തന്നെയായി മാറി. ഡാൻ ബ്രൗണാകട്ടെ ഡാവിഞ്ചി കോഡിന്റെ വിജയത്തെ തുടർന്ന് അതിന് തുടർച്ചയുണ്ടാകുമെന്നും ഫ്രീമേസണറിയിൽ തന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും പ്രഖ്യാപിക്കുകയുണ്ടായി. ഇല്ലൂമിനാറ്റിയെയും ഫ്രീമേസൺ സംഘത്തെയും കുറിച്ച് വലിയ ഹിറ്റുകളുണ്ടാക്കിയ രചനകൾ ഡാൻ ബ്രൗൺ എഴുതി. 2009 ദ ലോസ്റ്റ് സിംബൽ എന്ന പേരിലുള്ള തുടർഭാഗം പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. 2020 വരെയുള്ള കണക്കെടുത്താൽ ഏതാണ്ട് 90 ദശലക്ഷത്തിലധികം കോപ്പികൾ ലോകമെമ്പാടുമായി വിറ്റഴിക്കപ്പെട്ടു. വാഷിംഗ്ടൺ DC-യിലെ മസോണിക് പിരമിഡ്, സൊസൈറ്റിയുടെ മറ്റ് രഹസ്യ ചിഹ്നങ്ങൾ എന്നിവയെ ചുറ്റിപ്പറ്റിയാണ് ഈ നോവൽ വികസിക്കുന്നത്. ഇതോടെ ഫ്രീമേസൺ പ്രസ്ഥാനം എന്താണെന്നും എന്താണ് ഇല്ലുമിനാറ്റി എന്നറിയുവാനുമായി ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് കൗതുകമുണ്ടായി. ഓപ്പൺ വെബിലും ഡാർക്ക് വെബിലും ലക്ഷക്കണക്കിന് വെബ് പേജുകൾ, വീഡിയോകൾ സൃഷ്ടിക്കപ്പെട്ടു. കോൺസ്പിരസി തിയറികളിൽ ഏറ്റവുമധികം ആരാധകരുള്ളത് സീക്രട്ട് ഗ്രൂപ്പുകൾക്കാണ്. മലയാളത്തിലാവട്ടെ അടുത്തിടെ പുറത്തിറങ്ങിയ ലൂസിഫർ എന്ന സിനിമയ്ക്ക് ശേഷം എന്താണ് ഇല്ലുമിനാറ്റി എന്ന് തിരയുന്നവരുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു. ലോകത്തെ നടുക്കിയ മഹാസംഭവങ്ങളുടെ അണിയറയിൽ പ്രവർത്തിക്കുന്നത് ഇല്ലുമിനാറ്റി എന്ന ഗൂഢസംഘമാണെന്ന് ഒരുപാട് ആളുകൾ വിശ്വസിച്ചു പോരുന്നു. 2001 സെപ്റ്റംബർ 11 അമേരിക്കയിൽ നടന്ന വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണവും 2008 ആഗോള സാമ്പത്തിക മാന്ദ്യവും ഓഹരി വിപണിയിലെ തകർച്ചയും ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലുണ്ടാകുന്ന മുന്നേറ്റങ്ങൾ, ഹിഗ്സ് ബോസോൺ എന്ന ദൈവകണത്തിന്റെ കണ്ടെത്തൽ, എന്തിന് ഇപ്പോഴത്തെ റഷ്യൻ ഉക്രൈൻ ആക്രമണത്തിന്റെ അണിയറയിൽ പോലും പ്രവർത്തിക്കുന്നത് ഇല്ലുമിനാറ്റിയാണ് എന്ന് വിശ്വസിക്കുന്നവരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ്. ലോകത്തിന്റെ തലയിലെടുത്തു മാറ്റിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ശാസ്ത്രജ്ഞന്മാരെ വരെ ഇല്ലുമിനാറ്റിയുടെ ഭാഗമാക്കുന്നു ചിലർ. ലോകത്തിലെ അതിസമ്പന്നരെയും രാഷ്ട്രീയ ചാണക്യന്മാരെയും ഇല്ലുമിനാറ്റിയുമായി ബന്ധപ്പെടുത്തി തിയറികൾ മെനയുന്നവരുമുണ്ട്. ലോകത്തിലെ വലിയ വ്യാപാര ശൃംഖലകളുടെ തലപ്പത്തും ഐക്യരാഷ്ട്രസഭയിലും സിനിമാ വിനോദ വ്യവസായങ്ങളിലും സ്പോർട്സിന്റെ പണം കൊയ്യുന്ന മേഖലകളുമെല്ലാം ഇല്ലുമിനാറ്റി നിയന്ത്രിക്കുന്നു എന്നൊരു തിയറിയും നിലവിലുണ്ട്. ലോകത്തെ മുൾമുനയിൽ നിർത്തിയ മഹാമാരികൾക്കു പിന്നിലും ഇത്തരമൊരു ഗൂഢസംഘത്തിന്റെ കയ്യൊപ്പുണ്ടെന്ന് ചിലർ പറയുന്നു. ഇത്തരം തിയറികളെ സാധൂകരിക്കുന്ന വാദഗതികളും അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇതൊരു വെറും തിയറിയാണോ? അതോ യാഥാർത്ഥ്യത്തിന്റെ കണികയെങ്കിലും ഇതിൽ അവശേഷിച്ചിട്ടുണ്ടോ? ഇനി നമുക്ക് ഇല്ലുമിനാറ്റിയുടെ ചരിത്രമെന്താണെന്ന് നോക്കാം.
ഇല്ലുമിനാറ്റി തിയറിക്ക് ഔദ്യോഗികമായി ആദ്യ സ്ഥിരീകരണം നൽകിയത് 1960-കളിൽ കാനഡയുടെ പ്രതിരോധ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രി പോൾ ഹേല്യറാണ്. ലാസറസ് ഹീസ്റ്റ് എന്ന ലോകപ്രശസ്ത പോഡ്കാസ്റ്റിലാണ് ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു വലിയ ശക്തിയാണ് ഇല്ലുമിനാറ്റി എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞത്. ലോകചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു രാജ്യത്തിന്റെ ഔദ്യോഗിക സ്ഥാനം കൈകാര്യം ചെയ്ത വ്യക്തി ഇല്ലുമിനാറ്റിക്ക് സ്ഥിരീകരണം നൽകുന്നത് എന്നോർക്കണം. അതും വലുപ്പത്തിൽ ലോകത്തിൽ 2ാം സ്ഥാനമുള്ള ഒരു രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രിയായിരുന്നയാൾ. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള മാർഗങ്ങളും സാങ്കേതിക വിദ്യയും ഇല്ലുമിനാറ്റിയുടെ പക്കലുണ്ടെന്ന് താൻ വിശ്വസിക്കുന്നുവെന്നും ആഗോള പെട്രോളിയം രംഗത്തെ കൈകാര്യം ചെയ്യുന്ന ഇല്ലുമിനാറ്റി അതുകൊണ്ടുതന്നെ അത് പുറത്തുവിടില്ലെന്നും അദ്ദേഹം തുറന്നടിച്ചു. അന്യഗ്രഹജീവികളുമായി ബന്ധപ്പെട്ട് ഹെല്യർ മുൻകാലങ്ങളിൽ ചില പരാമർശങ്ങൾ നടത്തിയതുകൊണ്ടായിരിക്കാം ലോകത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും തന്നെ അദ്ദേഹത്തിന്റെ ഇല്ലുമിനാറ്റി തിയറിക്ക് വലിയ പ്രാധാന്യം കൊടുത്തില്ല. അടക്കം പറച്ചിലുകളും ആയിരക്കണക്കിന് ലേഖനങ്ങളും പുസ്തകങ്ങളുമൊക്കെയായി ഇല്ലുമിനാറ്റിക്ക് ഇന്നേറെ പ്രചാരമുണ്ട്. ഡാർക്ക് വെബിനെ നിയന്ത്രിക്കുന്നതും ഇല്ലുമിനാറ്റിയാണെന്ന പ്രചാരമുണ്ടായതോടെ ലോകത്തിലെ എല്ലാ പ്രതിരോധ സേനകളും ഇതേക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടെന്നും പറയപ്പെടുന്നു. ലോകത്തെ ഏറ്റവും വലിയ ബിസിനസ്സുകൾ ആയുധവ്യാപാരവും മയക്കുമരുന്ന് വ്യാപാരവുമാണെന്ന് തിരിച്ചറിയുമ്പോൾ തീവ്രവാദികൾ ആശയ കൈമാറ്റത്തിനുപയോഗിക്കുന്ന വെറുമൊരു മാധ്യമം മാത്രമാണ് പോൺ സൈറ്റുകൾ എന്നറിയുമ്പോൾ ആരുമൊന്നു ഞെട്ടും. ശക്തവും സമ്പന്നവുമായ രാഷ്ട്രങ്ങളുടെ തലവന്മാരെ വരെ തിരഞ്ഞെടുക്കുന്നതിന് പിന്നിലും അത്തരം ചിലരുടെ മരണത്തിന് പിന്നിലും ഇല്ലുമിനാറ്റിയാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. രാഷ്ട്രീയത്തിലും ബിസിനസ്സിലുമൊക്കെ നടക്കുന്ന വലിയ മാറ്റങ്ങൾ കാണുമ്പോൾ സാക്ഷരതയിൽ ഇന്ത്യയിൽ തന്നെ 1ാം സ്ഥാനത്തെത്തിയിട്ടും നരബലി പോലെയുള്ള അന്ധവിശ്വാസങ്ങൾ നമുക്കു ചുറ്റും നടക്കുമ്പോൾ ആർക്കും തോന്നാം ഇതിനി വല്ല ഇല്ലുമിനാറ്റിയുമാണോ എന്ന്. ഇല്ലുമിനാറ്റസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നുമാണ് ഇല്ലുമിനാറ്റി എന്ന വാക്കിന്റെ ഉത്ഭവം. സീക്രട്ട് ഗ്രൂപ്പ് എന്നാണ് ഇല്ലുമിനാറ്റിയെക്കുറിച്ചുള്ള ഏറ്റവും ലളിതമായ നിർവചനം. പീപ്പിൾ ഹു ക്ലെയിം ടു ഹാവ് എ സ്പെഷ്യൽ അണ്ടർസ്റ്റാൻഡിംഗ് ഓർ നോളജ് ഓഫ് സംതിങ് എന്നാണ് കാംബ്രിഡ്ജ് നിഘണ്ടുവിൽ ഇല്ലുമിനാറ്റി എന്ന വാക്കിന് നൽകിയിരിക്കുന്ന നിർവചനം. എല്ലായിടത്തുമുള്ള, എല്ലാം നിയന്ത്രിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന, എന്നാൽ എങ്ങും ആർക്കും കണ്ടെത്താനാവാത്ത, തിരിച്ചറിയാനാവാത്ത ഒരു സംഘം. സീക്രട്ട് ഗ്രൂപ്പുകളെ ചരിത്രത്തിൽ ഉടനീളം നമുക്ക് കാണാം. ഇല്ലുമിനാറ്റി, പ്രീറി ഓഫ് സയോണ, ദ 9 അൺനോൺ മെൻ തുടങ്ങി നിരവധി രഹസ്യ സമൂഹങ്ങളെക്കുറിച്ചുള്ള വിശ്വാസങ്ങൾ നിലവിലുണ്ട്. ഇത്തരം രഹസ്യ സംഘങ്ങളുടെ ആദ്യ ഉത്ഭവം ഭാരതത്തിലാണെന്നാണ് വിശ്വാസം. മൗര്യ ചക്രവർത്തിയായ അശോകനാണ് അൺനോൺ 9 എന്ന ഈ രഹസ്യ സംഘം ഉണ്ടാക്കിയതെന്നും പറയപ്പെടുന്നു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ അധിപനായിരിക്കുമ്പോഴും മൗര്യ സാമ്രാജ്യത്തിന്റെ ഹൃദയഭാഗമായ മഗധയോട് ചേർന്നുള്ള ഒരു പ്രമുഖ പ്രദേശം ഉൾപ്പെട്ടിരുന്നില്ല. അതായിരുന്നു കലിംഗം. ഇന്ത്യ ഉപഭൂഖണ്ഡത്തിന്റെ കിഴക്കൻ തീരത്തോട് ചേർന്ന് തെക്ക് ഗോദാവരി മുതൽ വടക്ക് വൈതരണി വരെയും പടിഞ്ഞാറ് അമർഖണ്ഡക്ക് മലനിരകൾ വരെയും വ്യാപിച്ചിരുന്ന ഫലഭൂയിഷ്ഠമായിരുന്ന ഭൂഭാഗമായിരുന്നു കലിംഗരാജ്യം. മൗര്യ സാമ്രാജ്യാധിപനായിരുന്ന അശോകനെപ്പോലെ ഒരാൾ യുദ്ധപ്രഖ്യാപനം നടത്തിയിട്ടും കലിംഗം പോലൊരു ചെറിയ രാജ്യം അശോകനോട് കീഴടങ്ങിയില്ല. പരാജയപ്പെടുമെന്നുറപ്പുണ്ടായിരുന്നിട്ടും അവരും യുദ്ധത്തിനൊരുങ്ങി. ചരിത്രത്തിൽ ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങളാണിത്. അധികാരത്തിൽ വന്ന് 13 കൊല്ലം കഴിഞ്ഞതിനു ശേഷം ദയാനദിക്കരയിൽ വെച്ച് കലിംഗവും അശോക ചക്രവർത്തിയും തമ്മിൽ അതിഘോരമായ യുദ്ധം നടന്നു. 10,000-കണക്കിന് മനുഷ്യരുടെ ചോരയൊഴുകിയ ആ യുദ്ധത്തിന്റെ കെടുതികളുടെ നേർക്കാഴ്ചയാണ് BC 253 ബുദ്ധമതം സ്വീകരിക്കുവാൻ അശോകനെ പ്രേരിപ്പിച്ചതെന്ന് കരുതപ്പെടുന്നു. എങ്കിലും ബിന്ദുസാരൻ എന്ന തന്റെ പിതാവ് കെട്ടിപ്പടുത്ത വിശാലമായ സാമ്രാജ്യം സംരക്ഷിക്കുവാൻ ബുദ്ധിപരമായ മാർഗങ്ങൾ ആവശ്യമാണെന്ന് അശോകന് തോന്നി. ആയോധനം, രാഷ്ട്രതന്ത്രം, വൈദ്യം, ശാസ്ത്രം
തുടങ്ങി വ്യത്യസ്ത മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച 9 പേരെ ഉൾപ്പെടുത്തി ഒരു രഹസ്യസേനയ്ക്ക് അദ്ദേഹം രൂപം നൽകിയെന്ന് പറയപ്പെടുന്നു. അതാണ് അശോകന്റെ അൺനോൺ നയൻ. അവർ സാമ്രാജ്യത്തിന്റെ പല ഭാഗത്തുമായി തങ്ങളുടെ പ്രവർത്തനം രഹസ്യമായി കേന്ദ്രീകരിച്ചു. വിശാലമായ ആ സാമ്രാജ്യത്തിന്റെ രക്ഷ അശോകനേൽപ്പിച്ചത് ആ 9 പേരെയായിരുന്നുവത്രേ. എവിടെയും ഒരു രേഖകളും അവശേഷിപ്പിക്കാത്ത 9 പേർ. ഇന്നത്തെ ഏത് രഹസ്യാന്വേഷണ സേനയെയും അനുസ്മരിപ്പിക്കുന്ന പാടവം. സ്പർശനം കൊണ്ടുപോലും ശത്രുവിനെ കൊല്ലാനുള്ള വൈദഗ്ധ്യമുള്ളവർ ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്നു. ജൂഡോ എന്ന മാർഷ്യൽ ആർട്ടിന്റെ ഉത്ഭവം പോലും അശോകന്റെ ദ 9 അൺനോൺ മെന്നിലെത്തിക്കുന്ന കഥകളും നിലവിലുണ്ട്. ഈ അൺനോൺ 9ന്റെ തലമുറകൾ തന്നെയാണ് ഇപ്പോൾ ലോകമെമ്പാടുമുള്ള സീക്രട്ട് ഗ്രൂപ്പുകൾ എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. എന്നാൽ അശോക ചക്രവർത്തി ഉണ്ടാക്കിയെടുത്ത ദ അൺനോൺ 9ഉം ഇപ്പോൾ ഇല്ലുമിനാറ്റി എന്ന് നമ്മൾ വിളിക്കുന്ന, അല്ലെങ്കിൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന സീക്രട്ട് ഗ്രൂപ്പുമായി യാതൊരു ബന്ധവുമില്ല എന്നതാണ് സത്യം. ഇല്ലുമിനാറ്റിയെക്കുറിച്ച് പറയുന്നതിനു മുമ്പ് അത്തരമൊരു സംഘടന ബൊവേറിയ എന്ന സ്ഥലത്ത് രൂപപ്പെടാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് മനസ്സിലാക്കണം. പരിണാമചരിത്രം പഠിക്കുമ്പോൾ മനുഷ്യവർഗം എല്ലായ്പ്പോഴും ഗ്രൂപ്പുകളായി രൂപപ്പെട്ടുകൊണ്ടിരുന്നുവെന്ന് നമുക്ക് കാണാം. സംഖ്യ ശക്തിയാണെന്ന് അവൻ തിരിച്ചറിഞ്ഞിരുന്നു. ഭൂമിയിലെ ഏറ്റവും ബലഹീനനായ സ്പീഷീസ് മനുഷ്യനാണ്. അതുകൊണ്ടുതന്നെ നിലനിൽക്കുവാനും അതിജീവിക്കുവാനും കൂട്ടം ചേരലാണ് നല്ലതെന്ന് മനുഷ്യൻ മനസ്സിലാക്കി തുടങ്ങിയിടത്തു നിന്നാണ് അവൻ സംഘം ചേരുവാൻ തീരുമാനിക്കുന്നത്. ഭക്ഷണം പങ്കിട്ട് കഴിക്കുന്ന ശീലം പോലും മനുഷ്യന്റെ പരിണാമപരമായ അതിജീവനത്തിൽ നിന്നും ഉടലെടുത്തതാണെന്നാണ് നരവംശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായം. ആ കൂട്ടായ്മ പ്രശ്നങ്ങൾ കൂടാതെ നിലനിന്നു പോകണമെങ്കിൽ ചില സാമൂഹിക മര്യാദകൾ പാലിക്കേണ്ടതും അത്യാവശ്യമായി വന്നു. ആദ്യ സാമൂഹിക നിയമങ്ങളുടെ തുടക്കം അന്നുമുതൽ തന്നെ ഉണ്ടായിട്ടുണ്ടാകാമെന്ന് യുവാൽ നോവ ഹരാരിയെപ്പോലെയുള്ള സാമൂഹിക പഠിതാക്കൾ അഭിപ്രായപ്പെടുന്നുണ്ട്. മതപരമായ വിശ്വാസങ്ങളും ആചാരങ്ങളും ഇതേ തുടർന്ന് സമൂഹത്തിൽ പതിയെ പടർന്നു പന്തലിച്ചു. ഒരു സമൂഹം എന്ന നിലയിൽ അതിനെ കെട്ടുറപ്പോടെ നിലനിർത്തിയതും അതിജീവനത്തിന് സാധ്യമാക്കിയതും ഈ മതപരമായ വിശ്വാസക്രമങ്ങളും ആചാരങ്ങളുമായിരുന്നുവെന്ന് നമുക്ക് കാണുവാൻ കഴിയും. മതവിശ്വാസങ്ങൾ ക്രമേണ ശക്തമായി തീരുകയും പൗരോഹിത്യം അതിൽ പിടിമുറുക്കുകയും ചെയ്യുന്ന കാഴ്ച ചരിത്രത്തിൽ പിന്നീട് നമുക്ക് കാണാം. ഇന്ന് പ്രാകൃത അന്ധവിശ്വാസമെന്നോ അനാചാരമെന്നോ സമൂഹത്തിന് തോന്നുന്ന കാര്യങ്ങൾ അന്ന് ബഹുഭൂരിപക്ഷത്തിന്റെ പിന്തുണയോടെ മതസമൂഹങ്ങളും പൗരോഹിത്യവും നടപ്പാക്കുന്ന കാഴ്ച 15-ാം നൂറ്റാണ്ടിലും 16-ാം നൂറ്റാണ്ടിലും നമുക്ക് കാണാൻ കഴിയും. മതദ്രോഹ വിചാരണകളിൽ പ്രാകൃതമായ രീതികളിലുള്ള വധശിക്ഷകളാണ് നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്. മതപരമായ വിശ്വാസങ്ങൾക്കെതിരെയുള്ള ശാസ്ത്രയുക്തികൾ പോലും ചോദ്യം ചെയ്യപ്പെട്ടു. നൈറ്റ്സ് ടെംപ്ലർ, ഫ്രീമേസൺസ്, ബവേറിയൻ ഇല്ലുമിനാറ്റി എന്നിവയിൽ നിന്നാണ് ഇല്ലുമിനാറ്റിയെ ചുറ്റിപ്പറ്റിയുള്ള വിവരങ്ങളിൽ ഭൂരിഭാഗവും ഉരുത്തിരിഞ്ഞത്. അതിന് നൂറുകണക്കിന് വർഷങ്ങൾക്കു മുമ്പ് തന്നെ സമാന സ്വഭാവമുള്ള സംഘടനകൾ നിലവിലിരുന്നു എന്ന വാദവുമുണ്ട്. നൈറ്റ്സ് ടെംപ്ലർ 1100കളിലും ഫ്രീമേസൺസ് 1500കളുടെ അവസാനത്തിലും ആരംഭിച്ചതാണ്. ഈ സംഘടനകൾ രൂപീകരിക്കുന്നതിനു മുമ്പ് രഹസ്യവിജ്ഞാനം ഉണ്ടെന്ന് കരുതപ്പെടുന്ന രഹസ്യ സമൂഹങ്ങൾ വളരെ മുമ്പേ നിലനിന്നിരുന്നു. ഇല്ലുമിനാറ്റി എന്ന സംഘടന. രഹസ്യസമൂഹങ്ങളുടെ മിത്തുകളും കഥകളും പറയുമ്പോൾ ഒരിക്കലും നൈറ്റ്സ് ടെംപ്ലറിനെ ഒഴിവാക്കാനാവില്ല. ഫ്രാൻസിലെ ഷാംപെയിൻ എന്നറിയപ്പെടുന്ന പ്രദേശത്തെ ഭരണപ്രഭുക്കന്മാരിൽ നിന്ന് 9 നൈറ്റ്സ് അടങ്ങിയ ഒരു സംഘം ജെറുസലേമിൽ ഒത്തുകൂടിയതായി കരുതപ്പെടുന്നു. അവിടെ വച്ചാണ് ഇന്ന് കുപ്രസിദ്ധമായ നൈറ്റ്സ് ടെംപ്ലർ രൂപീകരിക്കപ്പെട്ടത്. AD 1118. 1099 കുരിശുയുദ്ധക്കാർ ജെറുസലേം കീഴടക്കിയതിനു ശേഷം വിശുദ്ധഭൂമി സന്ദർശിക്കാനുള്ള വഴിയിൽ ക്രിസ്ത്യൻ തീർത്ഥാടകരുടെ ഒരു വലിയ ഒഴുക്കുണ്ടായി. നഗരം സംരക്ഷണത്തിന് കീഴിലായിരുന്നെങ്കിലും ചുറ്റുപാടുമുള്ള ഭൂരിഭാഗം പ്രദേശങ്ങളും
അങ്ങനെയായിരുന്നില്ല. ഇത് കൊള്ളസംഘങ്ങൾക്ക് വലിയ സഹായമായി തീർന്നു. ദീർഘകാലത്തെ യാത്രയ്ക്കായുള്ള പണവുമായി സഞ്ചരിക്കുന്ന ക്രിസ്ത്യൻ തീർത്ഥാടകരെ വധിച്ച് അത് കൈക്കലാക്കുക കൊള്ളസംഘക്കാർക്ക് എളുപ്പമുള്ള ജോലിയായിരുന്നു. ഇവിടെയാണ് നൈറ്റ്സ് ടെംപ്ലർമാരെ ചരിത്രത്തിലാദ്യമായി നമ്മൾ കണ്ടുമുട്ടുന്നത്. 1119 ആദ്യ കുരിശുയുദ്ധത്തിൽ ഇവർ പോരാടി. ജെറുസലേമിലെ രാജാവായ ബാൾഡുൻ രണ്ടാമന്റെ അനുഗ്രഹത്തോടെ ഒരുമിച്ചു ചേർന്നു. അതിനുശേഷമാണ് നൈറ്റ്സ് ടെംപ്ലർ എന്ന പേരിൽ അറിയപ്പെടുന്നതും. ജെറുസലേമിലെയും ചുറ്റുമുള്ള രാജ്യങ്ങളിലെയും തീർത്ഥാടകരെ സംരക്ഷിക്കുന്നതിനായി സമർപ്പിച്ചിരിക്കുന്ന സന്യാസയോദ്ധാക്കളുടെ ഒരു കൂട്ടമായി ഇതിനെ വിശേഷിപ്പിക്കാം. ഇതിന്റെ തുടക്കത്തിൽ 9 പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവരുടെ ശക്തമായ പോരാട്ടങ്ങൾ വിശുദ്ധ ഭൂമിക്കു പുറത്തും കൂടുതൽ ജനപ്രീതി ലഭിക്കാൻ കാരണമായി. അറിവ് എല്ലായ്പ്പോഴും ശക്തിയുടെ ഉറവിടമാണല്ലോ. മനുഷ്യപരിണാമത്തിന്റെ ഒരു ഘട്ടമെത്തിയപ്പോഴേക്കും അധികാരത്തിന്റെ കടിഞ്ഞാൺ കയ്യൂക്കിൽ നിന്നും അറിവുള്ളവരിലേക്ക് പതിയെ മാറുന്നത് ലോകസംസ്കാരങ്ങളിലെല്ലായിടത്തും നമുക്ക് കാണുവാൻ കഴിയും. പുരാതന ഭാരത ചരിത്രത്തിലാവട്ടെ, ഗ്രീസിന്റെ ചരിത്രത്തിലാവട്ടെ, റോമിന്റെ ചരിത്രത്തിലാവട്ടെ, മറ്റാർക്കും എളുപ്പത്തിൽ ആർജിക്കാൻ കഴിയാത്ത അറിവുകൾ സ്വന്തമാക്കിയവർ രാഷ്ട്രീയ അധികാരം നിയന്ത്രിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഒരു കൂട്ടം ആളുകളാവും ഈ പ്രത്യേക അറിവുകൾ കൈകാര്യം ചെയ്യുന്നത്. അതൊരു ഭാഷയാവാം, മതപരമായ പ്രാക്ടീസുകളാവാം. ഇത്തരം അറിവുകളിലൂടെ അവർ രാജാവിനെ പോലും ചൊൽപ്പടിയിൽ നിർത്തുന്നു. ശാസ്ത്രം, വൈദ്യം, കല എന്നിങ്ങനെ അറിവിന്റെ പരിധി വികസിച്ചുവന്നു. തങ്ങൾക്കേറ്റവും വിശ്വസ്തരായവർക്കും തങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വഴിപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും മാത്രമേ ഈ അറിവുകൾ അവർ കൈമാറിയിരുന്നുള്ളൂ. ഭാരതത്തിലേക്ക് വരുമ്പോൾ ഓരോ തരം അറിവുകളുടെയും ഉടമസ്ഥാവകാശം ഓരോ വർണ്ണത്തിലുള്ളവർക്ക്, അതായത് ഓരോ ജാതിയിലുള്ളവർക്ക് മാത്രമായിരുന്നു എന്നോർക്കുക. മതം, വൈദ്യം, ശാസ്ത്രം, കച്ചവടം, കല, വാസ്തുവിദ്യ, കൃഷി ഇവയുടെയെല്ലാം അറിവുകൾ ഓരോ തരം ജാതിയിലുള്ളവർക്ക് സ്വന്തമായിരുന്നു. ഇവരുടെയെല്ലാം മേധാവിത്വം അലങ്കരിച്ചിരുന്നത് മതപരമായ ഗ്രന്ഥങ്ങളിലെ അറിവുകൾ വ്യാഖ്യാനിക്കുന്ന വിഭാഗക്കാരായിരുന്നു. യൂറോപ്പിൽ 12-ാം നൂറ്റാണ്ടോടെ നിഗൂഢമായ അറിവുകൾ പങ്കുവയ്ക്കുന്നവരുടെ കൂട്ടായ്മകളെ മിസ്റ്ററി സ്കൂളുകൾ എന്നാണ് വിളിച്ചിരുന്നത്. അത്തരം മിസ്റ്ററി സ്കൂളുകളിൽ അംഗമാകുവാൻ എല്ലാത്തരം മനുഷ്യർക്കും സാധ്യമായിരുന്നില്ല. ബുദ്ധിപരമായി ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന ആളുകളായിരുന്നു ഇത്തരം സംഘടനകളിൽ പ്രവർത്തിച്ചിരുന്നത്. ഒരു നിഗൂഢ സംഘത്തിന്റെ രഹസ്യ പദ്ധതിക്കനുസരിച്ചാണ് ലോകം നീങ്ങുന്നത് എന്ന വിശ്വാസമാണ് ഉപചാപ സിദ്ധാന്തം അഥവാ കോൺസ്പിരസി തിയറി. നിർണായകമായ ചരിത്ര, രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക സംഭവങ്ങൾ യഥാർത്ഥത്തിൽ നാം ആരുമറിയാത്ത ഒരു ഗൂഢസംഘത്തിന്റെയോ സംഘടനയുടെയോ രഹസ്യ പദ്ധതിയുടെ ഭാഗമാണെന്ന് ഉപചാപ സിദ്ധാന്തക്കാർ വാദിച്ചുറപ്പിക്കുന്നു. ജനപ്രിയ സംസ്കാരത്തിലും സാഹിത്യത്തിലുമാണ് ഇവയ്ക്ക് കൂടുതലും പ്രചാരം. ഉപചാപ സിദ്ധാന്തങ്ങൾ പ്രകാരം വമ്പൻ രഹസ്യ പദ്ധതികളും രഹസ്യസംഘങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ മറവിൽ നിന്നുകൊണ്ട് നാം അറിയാതെ നമ്മെയും ലോകത്തെയും നിയന്ത്രിക്കുന്നു. ലോകാധിപത്യമാണ് അവരുടെ ലക്ഷ്യം. ബാങ്കുകളിലും ഓഹരി കമ്പോളത്തിലും ബഹുരാഷ്ട്ര കുത്തക കമ്പനികളിലും മതത്തിലും ഭരണകൂടങ്ങളിലുമെല്ലാം ഇവരുടെ ആളുകളുണ്ട്. മധ്യകാല യൂറോപ്പിലെ നൈറ്റ്സ് ടെംപ്ലർ, ഇല്ലുമിനാറ്റി, പ്രിയറി ഓഫ് സയൺ തുടങ്ങിയ സംഘങ്ങൾ ഇന്നും നിലനിൽക്കുന്നുവെന്നും മറ്റുമുള്ള കെട്ടുകഥകളും വിശ്വാസങ്ങളും ഉപചാപ സിദ്ധാന്തത്തിന്റെ ഭാഗമാണ്. രഹസ്യസംഘടനകളെക്കുറിച്ചാണ് ഇത്തരം സിദ്ധാന്തങ്ങളേറെയും. ആഭിചാരം പ്രയോഗിക്കുന്ന അത്തരം സംഘങ്ങളെപ്പറ്റി നൂറുകണക്കിന് പുസ്തകങ്ങൾ ഇംഗ്ലീഷ് ജനപ്രിയ സാഹിത്യത്തിലുണ്ട്. 300 പേരടങ്ങുന്ന ലാറ്ററൽ കിഷൻ എന്ന രഹസ്യസംഘം ലോകരാഷ്ട്രീയത്തെയും മാധ്യമങ്ങളെയും ഉപയോഗിക്കുന്നു എന്നാണൊരു കഥ. ജൂതർ, അന്താരാഷ്ട്ര ബാങ്കുകൾ, കത്തോലിക്ക സഭ തുടങ്ങിയവയെല്ലാം ഉപചാപ സിദ്ധാന്തക്കാർക്ക് പ്രിയ വിഷയങ്ങളാണ്. കത്തോലിക്ക സഭയും വത്തിക്കാനുമാണ് ഉപചാപ സാഹിത്യത്തിന് ഏറ്റവുമധികം വളക്കൂറ് നൽകിയിട്ടുള്ളത്.
വത്തിക്കാനിലെ രഹസ്യരേഖകളെയും യേശുവിന്റെ രക്തം പകർന്ന തിരുക്കാസയെയും പറ്റി എത്രയോ കൽപ്പിത കഥകളും ഗവേഷണ ഗ്രന്ഥങ്ങളുമുണ്ട്. 1776 മെയ് 1 ഇൻഗോൾസ്റ്റാഡ് സർവകലാശാലയിലെ ലോ പ്രൊഫസറായ ആദം വെയ്റ്റ്ഷോപ്പ് ആണ് ഇന്ന് നമ്മൾ പറഞ്ഞുവരുന്ന ഓർഡർ ഓഫ് ഇല്ലുമിനാറ്റി എന്ന സംഘടന സ്ഥാപിക്കുന്നത്. ഇന്നത്തെ ആധുനിക ജർമ്മനിയുടെ ഭാഗമായ ബവേറിയയിൽ സമൂഹത്തിൽ മതപരമായ സ്വാധീനത്തെയും ഭരണകൂടത്തിന്റെ അധികാര ദുർവിനിയോഗത്തെയും പ്രതിരോധിക്കുക എന്നതായിരുന്നു ഈ രഹസ്യ സംഘടനയുടെ ലക്ഷ്യം. വിമർശനത്തിനും സ്വതന്ത്ര സംവാദത്തിനും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും ഫ്രീമേസന്മാരിൽ നിന്നും ഫ്രഞ്ച് ജ്ഞാനോദയ തത്വചിന്തകരിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടായിരുന്നു ഇതിന്റെ രൂപീകരണം. സമൂഹത്തെ മുന്നോട്ട് നയിക്കേണ്ടത് മതവിശ്വാസങ്ങളല്ലെന്ന് വെയ്റ്റ്ഷോപ്പ് വിശ്വസിച്ചു. മതപരമായ മുൻവിധികൾ സമൂഹത്തെ എക്കാലവും പിന്നിലേക്ക് നയിക്കും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്. മതം എല്ലാത്തരം അറിവുകളെയും നിയന്ത്രിക്കുന്ന ഒരു കാലമായിരുന്നു അത്. അറിവ് നിയന്ത്രിക്കപ്പെടാത്ത സ്വാതന്ത്ര്യത്തിന്റെയും ധാർമ്മിക സമത്വത്തിന്റെയും അവസ്ഥ സൃഷ്ടിക്കുവാൻ അദ്ദേഹം ആഗ്രഹിച്ചു. മുൻപ് പറഞ്ഞതുപോലെ രാഷ്ട്രീയ അധികാരം പോലും മതം കൈയാളുന്ന കാലമായിരുന്നു അത്. മതവിമർശനം എന്ന ഒറ്റ കുറ്റാരോപണത്താൽ ആരെയും അഗ്നിക്കിരയാക്കി കൊല്ലുവാൻ പോലും മതാധികാരികൾക്ക് സാധിക്കുന്ന കാലം. ശാസ്ത്രീയമായ അറിവുകൾ പോലും മതപുസ്തകത്തിലെ പ്രസ്താവനയ്ക്ക് വിരുദ്ധമായാൽ ആ കണ്ടുപിടുത്തം നടത്തിയ ശാസ്ത്രജ്ഞനെപ്പോലും കൊന്നുതള്ളുന്ന എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. വെയ്റ്റ്ഷോപ്പ് തന്റെ പ്രസ്ഥാനത്തെ രഹസ്യമായി നിലനിർത്തിയതും ഇതേ കാരണത്താലാണ്. 1748 ജൊഹാൻ ആദം ജോസഫ് വെയ്റ്റ്ഷോപ്പ് ജനിച്ചത്. അദ്ദേഹത്തിന്റെ പിതാവ് അഭിഭാഷകനായിരുന്നു. ആദത്തിന്റെ ചെറുപ്പകാലത്ത് തന്നെ അച്ഛൻ മരിച്ചു. മുത്തച്ഛനായ ബാരൺ ജൊഹാനാണ് പിന്നീട് അദ്ദേഹത്തെ വളർത്തിയത്. ബാരൺ ജൊഹാൻ ഒരു വലിയ പണ്ഡിതനായിരുന്നു. അക്കാലത്തെ രാഷ്ട്രീയ അധികാരശക്തികൾ നിരോധിച്ച ഒട്ടേറെ പുസ്തകങ്ങളടങ്ങിയ വലിയൊരു ലൈബ്രറി അദ്ദേഹത്തിന് സ്വന്തമായുണ്ടായിരുന്നു. ശാസ്ത്രവും വൈദ്യവും എന്നുവേണ്ട എല്ലാത്തരം അറിവുകളുടെയും അക്ഷയഖനിയായ വലിയൊരു വായനശാല. നാസികൾ കത്തിച്ചതും മതം വിലക്കിയതുമായ പുസ്തകങ്ങളാണ് ലോകത്തിലെ ഏറ്റവും മികച്ച പുസ്തകങ്ങൾ എന്നൊരു ചൊല്ലുതന്നെയുണ്ടല്ലോ. ഇത്തരം പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടാണ് വെയ്റ്റ്ഷോപ്പ് തന്റെ ബാല്യകാലം ചെലവഴിച്ചത്. തീർച്ചയായും അതിൽ നിന്നും ലഭിച്ച അറിവുകൾ അദ്ദേഹത്തെ സ്വാധീനിച്ചു. 15-ാം വയസ്സിൽ ജസ്യൂട്ടുകൾ നടത്തുന്ന ഇൻഗോൾസ്റ്റാഡ് സർവകലാശാലയിൽ പ്രവേശിച്ച അദ്ദേഹം തന്റെ അച്ഛനെപ്പോലെ നിയമം തന്നെയാണ് പഠനത്തിനായി തിരഞ്ഞെടുത്തത്. 20 വയസ്സായപ്പോൾ തന്നെ അദ്ദേഹം ബിരുദധാരിയായി. തുടർന്ന് അതേ സർവകലാശാലയിൽ പ്രൊഫസറായി. വെയ്റ്റ്ഷോപ്പ് ഏതെങ്കിലും ഒരു മതവിശ്വാസിയായിരുന്നു എന്നതിന് ചരിത്രപരമായ തെളിവുകളൊന്നുമില്ല. ജസ്യൂട്ടുകൾ നടത്തുന്ന ഒരു സർവകലാശാലയിൽ പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്തിരുന്നു എങ്കിലും അദ്ദേഹം അതിന്റെ വിശ്വാസ സംബന്ധമായ കാര്യങ്ങളിൽ ഉൾപ്പെട്ടിരുന്നില്ല എന്നുവേണം കരുതുവാൻ. കത്തോലിക്കാ സഭയ്ക്കുള്ളിലെ രഹസ്യ സമൂഹമായി ജസ്യൂട്ടുകളെ കണക്കാക്കുന്ന ചരിത്രകാരന്മാരുമുണ്ട്. അവരുടെ പ്രവർത്തനങ്ങൾ എന്തായാലും വെയ്റ്റ്ഷോപ്പിനെ സ്വാധീനിച്ചിട്ടുണ്ടാവണം. തന്റെ ഏറ്റവും പ്രഗത്ഭരായ 5 നിയമ വിദ്യാർത്ഥികളെയാണ് അദ്ദേഹം യുക്തിയും അറിവും പ്രചരിപ്പിക്കുന്നതിനുള്ള തന്റെ ആദ്യ സംഘടനയിലെ അംഗങ്ങളാക്കിയത്. തുടർന്ന് ഈ ശൃംഖല അതിവേഗം വ്യാപിച്ചു തുടങ്ങി. അതിലെ അംഗങ്ങൾ ഓരോരുത്തരും സംഘടനയുടെ ലക്ഷ്യങ്ങൾ ലോകത്തിന്റെ ഓരോ കോണിലും എത്തിച്ചു. അധികം വൈകാതെ ബവേറിയ, ഫ്രാൻസ്, ഹംഗറി, ഇറ്റലി, പോളണ്ട് എന്നിവിടങ്ങളിലെല്ലാമായി ഈ രഹസ്യസംഘം 2000-ലധികം അംഗങ്ങളായി വളർന്നു. ഫ്രീമേസൺ എന്ന നിഗൂഢ പ്രസ്ഥാനം. വെയ്റ്റ്ഷോപ്പ് സ്ഥാപിച്ച തന്റെ പ്രസ്ഥാനത്തിന്റെ സുഗമമായ നടത്തിപ്പിനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം സംഘടനയുടെ രഹസ്യാത്മകതയായിരിക്കുമെന്ന് വെയ്റ്റ്ഷോപ്പ് വിശ്വസിച്ചു. അതുകൊണ്ടുതന്നെ ആർക്കും ഇല്ലുമിനാറ്റിയിലേക്ക് എളുപ്പം കടന്നു ചെല്ലാനാകുമായിരുന്നില്ല. ഉയർന്ന ബുദ്ധിശക്തി, യുക്തിബോധം, ഉയർന്ന സാമ്പത്തികം ഇവയൊക്കെ പരിഗണിച്ചു മാത്രമേ ഇല്ലുമിനാറ്റിയിലേക്ക് പ്രവേശനം നൽകിയിരുന്നുള്ളൂ. വെയ്റ്റ്ഷോപ്പ്
ഏതെങ്കിലും മതപരമായ ആചാരവിശ്വാസങ്ങൾ പുലർത്തിയിരുന്നില്ല എങ്കിലും അത് സമൂഹത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ച് വ്യക്തമായ ബോധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇല്ലുമിനാറ്റി എന്ന സംഘടനയുടെ ഭാഗമായിട്ടാണ് ഫ്രീമേസൺസ് എന്ന പ്രസ്ഥാനം നിലവിൽ വന്നതെന്ന ചില വാദങ്ങളുണ്ടെങ്കിലും ഇല്ലുമിനാറ്റിയുടെ പിറവിക്കു മുമ്പേ അത്തരം സംഘങ്ങളുടെ പ്രവർത്തനങ്ങൾ സജീവമായി നടന്നു വന്നിരുന്നതായി ചരിത്രരേഖകൾ പറയുന്നു. ഫ്രീമേസൺ സൊസൈറ്റിക്ക് സാംസ്കാരികവും സാമൂഹികവുമായ വലിയ പ്രാധാന്യമുണ്ട്. മധ്യകാലഘട്ടത്തിൽ ബ്രിട്ടനിലെ ആർക്കിടെക്ചർ, കൽപ്പണിക്കാർ, മറ്റ് കലാപ്രവർത്തനങ്ങൾ എന്നിവയിൽ പ്രവർത്തിച്ചുവരുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മയായിട്ടാണ് ഈ ഫ്രീമേസൺ സമൂഹത്തിന്റെ ആരംഭം. ഇത് വൈകാതെ യൂറോപ്പിലുടനീളം വ്യാപിച്ചു. ഇതിന്റെ തുടക്കമെന്നാണ് എന്നതിനെ സംബന്ധിച്ച് ചരിത്രകാരന്മാർക്ക് കൃത്യമായ ഉറപ്പു പറയാൻ സാധിച്ചിട്ടില്ല. എങ്കിലും ആദ്യകാല മസോണിക് റൈറ്റിംഗ്സ്, റെജിയസ് മാനുസ്ക്രിപ്റ്റ്സ് എന്നിവയെ അവലംബമാക്കുമ്പോൾ ഇതിന്റെ തുടക്കം 15-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലാണ് എന്ന് പറയുവാൻ കഴിയും. വലിയ നിർമ്മാണ വിദ്യകളുടെ അറിവുകൾ സ്വായത്തമാക്കിയ ആളുകളെ വളരെ ശ്രേഷ്ഠന്മാരായിട്ടാണ് അക്കാലത്ത് കണക്കാക്കിയിരുന്നത്. ഫ്രീമേസൺ സമൂഹത്തിലെ വ്യത്യസ്ത വിഭാഗങ്ങൾ ലോഡ്ജുകൾ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. മസോണിക് ലോഡ്ജ്. ലോഡ്ജ് ഒരു രഹസ്യ സമൂഹം കൂടിയാണ്. എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക ഇതിനെ ലോകത്തിലെ ഏറ്റവും വലിയ രഹസ്യ സമൂഹമായി കണക്കാക്കുന്നു. രഹസ്യങ്ങൾ നിലനിർത്താൻ, അതായത് ശില്പവിദ്യയിലെ രഹസ്യങ്ങൾ, അവയിലെ പ്രതീകാത്മകത, ഇവയെല്ലാം ഈ സമൂഹത്തിന്റെ പുറത്തേക്ക് പോകാതെ പരമരഹസ്യമായി നിലനിർത്തേണ്ടതുണ്ട്. സംഘത്തിലേക്ക് പ്രവേശിക്കുന്നതിനു മുമ്പ് സത്യപ്രതിജ്ഞയുണ്ടാവും. പുതിയ അംഗങ്ങളെ ചേർക്കുമ്പോൾ ചെയ്യുന്ന നിഗൂഢമായ ആചാരങ്ങളുണ്ട്. ഓരോ അംഗവും ലോഡ്ജിനോടും അതിന്റെ ടീച്ചിങ്ങിനോടും വിശ്വസ്തത പുലർത്തിയേ മതിയാവൂ. ഓരോ ദേശത്തും ഫ്രീമേസന്മാർ ചെയ്തുവരുന്ന ആചാരാനുഷ്ഠാന രീതികൾ തമ്മിലും വ്യത്യാസമുണ്ട്. ബ്രിട്ടനിൽ മാത്രമല്ല, കിഴക്കും പടിഞ്ഞാറുമുള്ള വിവിധ സംസ്കാരങ്ങളിൽ കൽപ്പണിക്കാരന്റെ ജോലിക്ക് പൗരാണികവും മതപരവുമായ പ്രാധാന്യമുണ്ടെന്ന് നമുക്കറിയാം. ഭാരതത്തിലാവട്ടെ, ശില്പകലാനിർമ്മാണ വിദ്യകൾക്ക് മാത്രമായി വിശ്വകർമാവ് എന്ന ഒരു ദേവനുണ്ട്. മുഴുവൻ നിർമ്മാണ വിദ്യകളുടെയും അധിപനായി ബ്രഹ്മാവിനെ സങ്കല്പിക്കുന്ന വിശ്വാസവുമുണ്ട്. കൂടാതെ പ്രപഞ്ചത്തിലെ സൃഷ്ടി, പുതിയ തുടക്കങ്ങൾ എന്നിവയിലെല്ലാം നിർമ്മാണവിദ്യയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. യഹൂദ ക്രിസ്ത്യൻ പാരമ്പര്യങ്ങളും ഇതിൽ നിന്നും ഒട്ടും വ്യത്യസ്തമല്ല. ഫ്രീമേസൺ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നവർ ചില പ്രത്യേക ആചാരവിശ്വാസ മര്യാദാ രീതികൾ കർശനമായി പാലിക്കേണ്ടതുണ്ടായിരുന്നു. കടുത്ത ചിട്ടവട്ടങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ടുതന്നെ അത് അതിവേഗം വളർന്നു. 18-ാം നൂറ്റാണ്ടിന് തുടക്കമായപ്പോഴേക്കും മേസന്മാരല്ലാത്ത അംഗങ്ങളും സംഘടനയിലുണ്ടായിരുന്നുവെന്ന് സ്ഥിരീകരിക്കാത്ത ചില ചരിത്രരേഖകളുണ്ട്. ഫ്രീമേസൺസ് ഔദ്യോഗികമായി പുരുഷന്മാർക്ക് മാത്രമുള്ള സംഘടനയാണ്. എന്നാൽ ചില ചരിത്രരേഖകൾ പ്രകാരം സ്ത്രീകളെ സ്വീകരിക്കുന്ന ലോഡ്ജുകളും നിലവിലുണ്ടായിരുന്നു. ഇംഗ്ലണ്ടിലാവട്ടെ, സ്ത്രീകൾക്ക് മാത്രമായി 2 ഗ്രാൻഡ് ലോഡ്ജുകൾ ഉണ്ടായിരുന്നുവത്രേ. 1908 സ്ഥാപിതമായ ഓർഡർ ഓഫ് വിമൺ ഫ്രീമേസൺസ്, 1913 സ്ഥാപിതമായ ഹോണറബിൾ ഫ്രട്ടേണിറ്റി ഓഫ് ഏഷ്യൻസ് ഫ്രീമേസൺസ്. പുരുഷന്മാരുടെ അതേ തത്വങ്ങളും കീഴ്വഴക്കങ്ങളും സ്ത്രീകളും പാലിച്ചേ മതിയാവൂ. വ്യത്യസ്ത അറിവുകൾ കൈകാര്യം ചെയ്തിരുന്ന ബൗദ്ധികമായി ഉന്നത നിലവാരത്തിലുള്ള ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വന്നപ്പോൾ ഫ്രീമേസൺ സംഘടനയുടെ ആശയ അടിത്തറയും വിപുലമായി. മതം, രാഷ്ട്രീയം, അധികാരം തുടങ്ങി വ്യത്യസ്ത ആശയങ്ങൾ ഗൗരവമായി ചർച്ച ചെയ്യുന്ന ഒരു വേദിയായി ഇത് മാറി. വൈകാതെ സമ്പൂർണ്ണ രാജവാഴ്ചയോടുള്ള എതിർപ്പ്, ശാസ്ത്രസമൂഹത്തിനുള്ള പിന്തുണ, മതപരമായ സഹിഷ്ണുത എന്നിവയായി ഇവരുടെ പ്രത്യക്ഷ മുദ്രാവാക്യങ്ങൾ. അക്കാലത്ത് ഇത്തരം മുദ്രാവാക്യങ്ങൾ ക്രൂരമായ ശിക്ഷ അർഹിക്കുന്ന കുറ്റകൃത്യങ്ങളായിരുന്നുവെന്നോർക്കുക. അമേരിക്കൻ ഫ്രഞ്ച് വിപ്ലവങ്ങളിൽ ഫ്രീമേസൺസ് പങ്കെടുത്തു എന്ന വാദത്തിലും അതുകൊണ്ടുതന്നെ അതിശയിക്കേണ്ടതില്ല. 18-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിലും അമേരിക്കയിലും ഫ്രാൻസിലും മസോണിക് ലോഡ്ജുകൾ സ്ഥാപിക്കപ്പെട്ടിരുന്നു. ഫ്രീമേസൺ പ്രസ്ഥാനത്തിന്റെ ചിഹ്നവും
നമ്മിൽ മിക്കവർക്കും പരിചിതമായിരിക്കും. നടുക്ക് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ക്യാപിറ്റൽ ജിയും മുകളിൽ കോമ്പസും താഴെ ഒരു സ്ക്വയറും. സ്ക്വയറും കോമ്പസും ഏതൊരു വാസ്തുശില്പിയുടെയും ഏതുതരം നിർമ്മാണവേല ചെയ്യുന്നവന്റെയും ആയുധമാണ്. 90 ഡിഗ്രി കൃത്യ അളവ് കാണിച്ചു തരുന്ന സ്ക്വയർ തടിയിലും കല്ലിലും ജോലി ചെയ്യുന്നവർക്ക് കൃത്യമായ കോണിൽ അവ വെട്ടിയെടുക്കാൻ സഹായിക്കുന്നു. ഫ്രീമേസൺ സിംബലിലാവട്ടെ, ഇത് സത്യസന്ധതയുടെയും നീതിയുടെയും പ്രതീകമാണ്. ജിയോമെട്രി പഠിച്ചിട്ടുള്ള ആർക്കും കോമ്പസുകൾ പരിചിതമാണ്. ഈ ലോഹ ഉപകരണത്തിന് നീളത്തിൽ തുല്യമായ 2 കാലുകളുണ്ട്. ജിയോമെട്രിയിൽ സർക്കിളുകളും ആർക്കിളുകളും വരയ്ക്കുന്നതിന് ഇത് കൂടിയേ തീരൂ. ഇവിടെയാകട്ടെ ഈ കോമ്പസ് ആത്മനിയന്ത്രണത്തെയാണ് പ്രതീകവൽക്കരിക്കുന്നത്. അമിതമായ ആസക്തി ഒഴിവാക്കാനും മിതത്വം നിലനിർത്തുവാനും ധാർമ്മികതയുടെയും ജ്ഞാനത്തിന്റെയും അടിത്തറയിൽ ജീവിക്കുവാനും ഇത് പ്രേരിപ്പിക്കുന്നു. സ്ക്വയറിന്റെയും കോമ്പസിന്റെയും മധ്യഭാഗത്തുള്ള ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ക്യാപിറ്റൽ ജി എന്ന അക്ഷരത്തിന് ദൈവത്തെയോ അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ മഹത്തായ വാസ്തുശില്പിയെയോ പ്രതീകമായി കണക്കാക്കുന്നവരുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത വിശ്വാസങ്ങളിലുള്ള മേസന്മാർ അവരുടെ ആരാധനാശക്തിയെ പരാമർശിക്കാൻ ഉപയോഗിക്കുന്ന എക്യൂമെനിക്കൽ പദമാണിത്. ലോകചരിത്രത്തിന്റെ ഗതി തിരിച്ചുവിട്ട ഒട്ടേറെ സംഭവങ്ങളുമായി ഫ്രീമേസൺ പ്രസ്ഥാനത്തെ ബന്ധിപ്പിക്കുന്ന ചരിത്രകാരന്മാരുണ്ട്. 1733 തന്നെ അമേരിക്കയിൽ ഫ്രീമേസന്മാർ സജീവമായി. ബോസ്റ്റണിലെ വിഖ്യാത ചിത്രകാരൻ ജോൺ ജോൺസ്റ്റെയിനിന്റെ ഗ്രീൻ ഡ്രാഗണിലെ ജലഛായ രേഖാചിത്രം സ്കൂൾ ക്ലാസുകളിലെ ചരിത്ര പുസ്തകങ്ങളിലൂടെ നമുക്കെല്ലാവർക്കും പരിചിതമാണ്. ബോസ്റ്റൺ ടീ പാർട്ടിയുടെ ചിത്രം. നൂറുകണക്കിന് കോളനിവാസികൾ തദ്ദേശീയരായ അമേരിക്കക്കാരായി വേഷം മാറി 10,000 പൗണ്ട് ഭാരം വരുന്ന അനേകം തേയിലപ്പെട്ടികൾ ബോസ്റ്റൺ ഹാർബറിലേക്ക് വലിച്ചെറിഞ്ഞ രാത്രിയുടെ ചിത്രം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ സുപ്രധാനമായ അധ്യായമാണിത്. ഇത് ആസൂത്രണം ചെയ്തതും നടപ്പിൽ വരുത്തിയതുമെല്ലാം ഫ്രീമേസന്മാരാണ് എന്നൊരു വാദം നിലനിൽക്കുന്നുണ്ട്. 19-ാം നൂറ്റാണ്ടിലെ ചില ഹൈ പ്രൊഫൈൽ കൊലപാതകങ്ങളിലും ഫ്രീമേസന്മാരുടെ പങ്ക് ആരോപിക്കാറുണ്ട്. 1730കളിൽ ഫിലാഡൽഫിയയിലും ബോസ്റ്റണിലും ഗ്രാൻഡ് ലോഡ്ജുകൾ സ്ഥാപിച്ചപ്പോഴാണ് ഫ്രീമേസന്മാർ ഔദ്യോഗികമായി അമേരിക്കയിലെത്തിയത്. 1826 ആയപ്പോഴേക്കും ന്യൂയോർക്ക് ഗവർണർ ഡിവിറ്റ് ക്ലിന്റനെപ്പോലെ ശക്തരായ രാഷ്ട്രീയ വ്യക്തിത്വങ്ങൾ ഗ്രൂപ്പിന്റെ അംഗമായി മാറിയിരുന്നു. അമേരിക്കൻ ഹിസ്റ്റീരിയ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആൻഡ്രൂ ബർട്ടിന്റെ അഭിപ്രായത്തിൽ ജോർജ് വാഷിംഗ്ടണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും ഉൾപ്പെടെയുള്ളവർ ഫ്രീമേസന്മാരായിരുന്നു എന്ന് പറയുന്നുണ്ട്. 1826 പടിഞ്ഞാറൻ ന്യൂയോർക്കിൽ നിന്ന് കാണാതായ വില്യം മോർഗൻ എന്ന രാഷ്ട്രീയ നേതാവിന്റെ തിരോധാനത്തിന് പിന്നിൽ ഫ്രീമേസന്മാരാണെന്ന ശക്തമായ ആരോപണമുണ്ട്. മോർഗന്റെ മൃതദേഹം കണ്ടെത്തിയിട്ടില്ല. എങ്കിലും ക്രൂരമായ മസോണിക് ആചാരത്തിൽ അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയും വികൃതമാക്കുകയും ചെയ്തിരിക്കാമെന്ന് ഇന്നും വിശ്വസിക്കുന്നവരുണ്ട്. യുകെയിൽ പത്രപ്രവർത്തകനായ മാർട്ടിൻ ഷോർട്ട് 1989 പുറത്തിറക്കിയ ഇൻസൈഡ് ദ ബ്രദർഹുഡ് എന്ന പുസ്തകത്തിലൂടെ ഒരു കോളിളക്കം തന്നെ സൃഷ്ടിച്ചു. അതിൽ ഫ്രീമേസനുകളും രാജ്യത്തെ പോലീസ് സേനയും തമ്മിലുള്ള വിശുദ്ധവും അവിശുദ്ധവുമായ ബന്ധത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ടായിരുന്നു. ഇറ്റലിയിലാവട്ടെ പോലീസ് പ്രൊപ്പഗണ്ട ഡ്യൂ എന്നറിയപ്പെടുന്ന മസോണിക് ലോഡ്ജിന്റെ ഒരു മെമ്പർഷിപ്പ് ലിസ്റ്റ് കണ്ടുകെട്ടി. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ, സർക്കാർ ഉദ്യോഗസ്ഥർ, സൈനിക ഉദ്യോഗസ്ഥർ, ജഡ്ജിമാർ, പത്രപ്രവർത്തകർ, ബിസിനസ് മേധാവികൾ എന്നിവരുൾപ്പെടെ 1000-ഓളം പേരുടെ പേരുകൾ ആ രജിസ്റ്ററിൽ ഉണ്ടായിരുന്നു. ഒരു സർക്കാർ റിപ്പോർട്ടനുസരിച്ച് രാജ്യത്തിന്റെ ഭരണഘടനാക്രമം നശിപ്പിക്കാൻ ഫ്രീമേസൺ ലോഡ്ജ് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ആരോപിക്കപ്പെട്ടു. ഇല്ലുമിനാറ്റിയും ലൂസിഫറേനിസവും. ഇല്ലുമിനാറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ രഹസ്യവേദി ഫ്രീമേസൺ പ്രസ്ഥാനമാണെന്ന് വേറ്റ്ഷോപ്പിന് തീർച്ചയായിരുന്നു. തന്റെ അനുയായികളോട് ആ പ്രസ്ഥാനവുമായി ചേർന്ന് പ്രവർത്തിക്കുവാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇതിന് നിരവധി നേട്ടങ്ങളുണ്ടായിരുന്നു.
ഒന്ന്, ഇത് പൊതുജനങ്ങൾക്കിടയിൽ വ്യാപകമായി രഹസ്യമായി അറിയപ്പെട്ടിരുന്നു. അവരുടെ ലോഡ്ജുകൾ ഇല്ലുമിനാറ്റിയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള മികച്ച മാർഗമായി ഉപയോഗിക്കുകയും ചെയ്യാം. മസോണിക് ലോഡ്ജുകളെ ഒന്നിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾക്കും വേറ്റ്ഷോപ്പ് ചുക്കാൻ പിടിച്ചു. ഇന്ന് ഇന്റർനെറ്റിലെയും സമൂഹമാധ്യമങ്ങളിലെയും വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ഗ്രൂപ്പുകൾ എങ്ങനെയാണോ അങ്ങനെ തന്നെയായിരുന്നു അക്കാലത്തെ പ്രശസ്തമായ ലൈബ്രറികൾ. അതായത് അതാത് വിഷയത്തിൽ പ്രഗത്ഭരായ ആളുകൾ അവിടെ ഒന്നിച്ചുകൂടുകയും ചർച്ചകൾ നടത്തുകയും ചെയ്യുന്നത് പതിവായിരുന്നു. അത്തരം ഗ്രന്ഥശാലകളിലും സാഹിത്യ സദസ്സുകളിലും വേറ്റ്ഷോപ്പ് പ്രത്യേക ശ്രദ്ധ ചെലുത്തി. ഇല്ലുമിനാറ്റി അംഗങ്ങൾ ഇത്തരം സമൂഹങ്ങളിൽ കടന്നുകയറുകയും അച്ചടിച്ച് പുറത്തിറങ്ങുന്ന പുസ്തകങ്ങളും ലഘുലേഖകളും പത്രങ്ങളും ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ചെയ്യുമായിരുന്നു. സമൂഹത്തിലെ ഉന്നതരെ മാത്രമല്ല, സാധാരണക്കാർക്കും വേറ്റ്ഷോപ്പ് പ്രത്യേക ഊന്നൽ നൽകി. കഴിയുന്നിടത്തെല്ലാം സാധാരണക്കാരെ ആകർഷിക്കണമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ചുരുക്കത്തിൽ, ധാർമ്മികവും മതപരവും സാമൂഹികവുമായ എല്ലാ നിയന്ത്രണങ്ങളും നീക്കം ചെയ്യുന്നതിൽ അക്കാലത്തെ ഇല്ലുമിനാറ്റി വിശ്വസിച്ചു. എല്ലാ മനുഷ്യർക്കും തുല്യമായി ജീവിക്കാൻ കഴിയുന്ന ഒരു സ്വർഗം സൃഷ്ടിക്കാൻ അവർ ആഗ്രഹിച്ചു. ഫ്രഞ്ച് വിപ്ലവകാലത്താണ് ബവേറിയൻ ഇല്ലുമിനാറ്റി ഉദയം കൊണ്ടതെന്ന് നമ്മൾ കണ്ടുകഴിഞ്ഞു. എൻലൈറ്റ്മെന്റ് ഫിലോസഫി, അതായത് ജ്ഞാനോദയ തത്വചിന്തയും ഒപ്പം റാഷണലിസവും കൂടി സംയോജിപ്പിച്ച് തന്നെയാണ് വേറ്റ്ഷോപ്പിന്റെ ഇല്ലുമിനാറ്റി രൂപം കൊണ്ടത്. ഹ്യൂമാനിറ്റേറിയൻ റാഷണലിസം തന്നെയായിരുന്നു അതിന്റെ പ്രധാന മുദ്രാവാക്യം എന്നു പറയാം. ഫ്രീമേസൺ ലോഡ്ജുകളിൽ പ്രവർത്തിക്കുന്നതിന് ഈ മുദ്രാവാക്യമൊന്നും ഒരു തടസ്സവുമായിരുന്നില്ല. എല്ലാ മതസ്ഥാപനങ്ങളെയും വേരോടെ പിഴുതെറിയുന്നതിനും യൂറോപ്പിലെ നിലവിലുള്ള ഗവൺമെന്റുകളെയെല്ലാം അട്ടിമറിക്കുന്നതിനുമായാണ് ഇല്ലുമിനാറ്റി പ്രവർത്തിച്ചതെന്ന് വിശ്വസിക്കുന്ന ചില ചരിത്രകാരന്മാരുണ്ട്. ഫ്രഞ്ച് വിപ്ലവത്തിൽ പങ്കെടുത്ത ചില പ്രധാന നേതാക്കന്മാരെല്ലാം ഇല്ലുമിനാറ്റിയുമായി ബന്ധമുള്ളവരായിരുന്നു എന്ന വാദമാണ് ഇതിനെ സാധൂകരിക്കുവാനായി അവർ ഉപയോഗിക്കുന്നത്. ന്യൂ വേൾഡ് ഓർഡർ എന്നൊരു പ്രയോഗം കോൺസ്പിരസി തിയറികളിൽ വ്യാപകമായി ഉപയോഗിച്ചു വരാറുണ്ട്. ഈ ഭയം അമേരിക്കൻ മനസ്സിൽ ആധുനിക കാലത്തും നിലനിൽക്കുന്നുവെന്ന് ഒട്ടേറെ സർവേകളിൽ വ്യക്തമായി. 23% അമേരിക്കക്കാരും ഇല്ലുമിനാറ്റിയിലും ന്യൂ വേൾഡ് ഓർഡറിലും വിശ്വസിക്കുന്നു എന്ന് സമീപകാലത്ത് നടന്ന ഒരു സർവേ കാണിക്കുന്നു. ഈ ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളിൽ വിശ്വസിക്കുന്നവർ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഉൾപ്പെടെ ലോകത്തെ നിയന്ത്രിക്കുന്നത് ഒരൊറ്റ ഗവൺമെന്റാണെന്നും ഈ സംഘടനകളിൽ രാഷ്ട്രീയക്കാരും അഭിനേതാക്കളും സംഗീതജ്ഞരും മറ്റ് സെലിബ്രിറ്റികളും ഉൾപ്പെടെയുള്ള സമൂഹത്തിലെ പ്രമുഖരും ഉൾപ്പെടുന്നുണ്ട് എന്നും വിശ്വസിക്കുന്നു. ഈ സിദ്ധാന്തത്തെ പിന്താങ്ങുന്നവർ ഇല്ലുമിനാറ്റിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ചില ചിഹ്നങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അവരുടെ ചിഹ്നങ്ങളായ ഐ ഓഫ് പ്രൊവിഡൻസും പിരമിഡും പ്രശസ്തമാണല്ലോ. അമേരിക്കൻ കറൻസിയിൽ പോലും ഈ ചിഹ്നങ്ങളുടെ സ്വാധീനമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട് എന്നതാണ് സത്യം. ഇല്ലുമിനാറ്റി സംഘടനയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സെലിബ്രിറ്റികളെ കൊലപ്പെടുത്തുന്നതുൾപ്പെടെയുള്ള ധാരാളം ഊഹാപോഹങ്ങളും ഇല്ലുമിനാറ്റിക്കെതിരെയുണ്ട്. ഇല്ലുമിനാറ്റി, ഫ്രീമേസൺ എന്നിവയെ ചുറ്റിപ്പറ്റിയുള്ള ഈ ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളെല്ലാം ആന്റിസെമിറ്റിസം അഥവാ യഹൂദവിരുദ്ധതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊരു വാദമുണ്ട്. ഇത്തരമൊരു വ്യാജ ആരോപണത്തിന് പിന്നിലും പ്രവർത്തിച്ചത് ചില ദേശവിരുദ്ധ ശക്തികളാണെന്ന് സ്ഥിരീകരിക്കാത്ത വിവരങ്ങളുണ്ട്. തങ്ങളുടെ പരിധിയിലോ അധികാരത്തിനുള്ളിലോ ഒതുക്കാനാവാത്ത ഏതൊരു ഗ്രൂപ്പിനെയും പൈശാചികമായി ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുവാൻ ഗവൺമെന്റുകൾക്ക് ഈ ഗൂഢാലോചനാ സിദ്ധാന്തം വലിയ സഹായമാണ് നൽകിയതെന്ന് പറയാതെ വയ്യ. പ്രമുഖ ഫ്രീമേസന്മാരുടെയും ഇല്ലുമിനാറ്റി രചയിതാക്കളുടെയും രചനകളിൽ നിന്ന് അവരുടെ പ്രധാന അംഗങ്ങളുടെ മതവും തത്വചിന്തയും ലൂസിഫറേനിയസമോ സാത്താനിസമോ ആണെന്ന് വ്യക്തമാണ്. ഇത് മനസ്സിലാക്കുന്നതിനു മുമ്പ് എത്തിയസ്റ്റിക് സാത്താനിസവും തിയസ്റ്റിക് സാത്താനിസവും, അതായത് നിരീശ്വര സാത്താനിസവും ദൈവിക സാത്താനിസവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം.
1960കളുടെ അവസാനത്തിൽ ചർച്ച് ഓഫ് സാത്താന്റെ സ്ഥാപകനും സാത്താനിക് ബൈബിളിന്റെ രചയിതാവുമായ ആന്റൺ ലാവിയാണ് നിരീശ്വര സാത്താനിസം പ്രചാരത്തിലാക്കിയത്. മരണാനന്തര ജീവിതത്തിലോ സ്വർഗത്തിലോ നരകത്തിലോ ഒന്നും ഇവർ വിശ്വസിക്കുന്നില്ല. ഇവർ സ്വയം സാത്താനിസ്റ്റുകൾ എന്നാണ് വിളിക്കുന്നത്. അവർ പ്രത്യേക തരത്തിലുള്ള ചിഹ്നങ്ങളും ഉപയോഗിക്കുന്നു. ദൈവിക സാത്താനിസമാകട്ടെ ദൈവത്തിലും പിശാചിലും അമാനുഷിക ജീവികളിലുമുള്ള വിശ്വാസമാണ്. ഈ സാത്താനിസ്റ്റുകൾ ഏദൻ തോട്ടത്തെക്കുറിച്ചും മനുഷ്യന്റെ പതനത്തെക്കുറിച്ചും ക്രിസ്ത്യൻ വീക്ഷണത്തിന്റെ വിപരീത വശമാണ് സ്വീകരിക്കുന്നത്. യഹൂദമതത്തിലും ക്രിസ്തുമതത്തിലും ദൈവം ആദാമിനെയും ഹവ്വയെയും സൃഷ്ടിച്ചതെങ്ങനെയെന്നും അവർ ഏദൻ തോട്ടത്തിൽ എങ്ങനെ ജീവിച്ചുവെന്നും വിവരിക്കുന്നുണ്ടല്ലോ. ആദാമിനെയും ഹവ്വായെയും മനുഷ്യരാശിയെയും അജ്ഞതയിൽ നിന്ന് രക്ഷിക്കാനാണ് സാത്താൻ ഏദൻ തോട്ടത്തിൽ വന്നതെന്നാണ് അവരുടെ വിശ്വാസം. അവർക്കറിവ് ലഭിക്കാൻ ദൈവം ആഗ്രഹിച്ചില്ല, കാരണം അവർ അവന്റെ അടിമകളായിരിക്കില്ല എന്നും ആസ്തികരായ സാത്താനിസ്റ്റുകളും ലൂസിഫറിയൻസും വിശ്വസിക്കുന്നു. ഇവരുടെ വീക്ഷണത്തിൽ ദൈവം അടിച്ചമർത്തുന്നവനും ദുഷ്ടനുമാണ്. സാത്താനാകട്ടെ നായകനും രക്ഷകനും. ദ സീക്രട്ട് ഡോക്ട്രിൻ എന്ന പുസ്തകത്തിൽ എഴുത്തുകാരിയായ ഹെലീന ബ്ലാവിറ്റ്സ്കി സാത്താനെ പരിശുദ്ധാത്മാവ് എന്ന് വിളിക്കുന്നതിനുള്ള കാരണവും ഇതുതന്നെ. സാത്താൻ എന്ന സങ്കല്പത്തെ സഭകളുടെ അന്ധവിശ്വാസങ്ങളിൽ നിന്നും പിടിവാശിയിൽ നിന്നും വീക്ഷിക്കപ്പെടുന്നത് അവസാനിപ്പിച്ചാൽ സാത്താൻ എന്നത് മഹത്തായ പ്രതിച്ഛായയായി മാറുമെന്നാണ് ബ്ലാവിറ്റ്സ്കി പറയുന്നത്. ഇല്ലുമിനാറ്റിയിൽ ഒരു ഹൈറാർക്കിയൽ സ്ട്രക്ചർ നിലനിൽക്കുന്നതിന്റെ കാരണങ്ങളിലൊന്ന് അതിലുള്ള ഈ സാത്താനിക് സങ്കല്പമാണെന്ന് പറയപ്പെടുന്നു. റാങ്കുകൾക്കനുസരിച്ചാണ് അതിൽ അറിവുകളും അധികാരങ്ങളും വിതരണം ചെയ്യപ്പെടുന്നത്. ഇല്ലുമിനാറ്റിയെ സംബന്ധിച്ചിടത്തോളവും അറിവാണ് ശക്തി. പൊതുസമൂഹത്തിന് വിലക്കപ്പെട്ട ഒട്ടേറെ അറിവുകൾ ഇല്ലുമിനാറ്റി കൈകാര്യം ചെയ്യുന്നു. ഓരോ മനുഷ്യനും ദൈവതുല്യനാകാനുള്ള കഴിവുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു. സാത്താന്റെ പര്യായമായ ലൂസിഫർ എന്ന പദത്തിന്റെ ലാറ്റിൻ ഭാഷയിലെ അർത്ഥം വെളിച്ചം എന്നാണ്. അതുകൊണ്ടുതന്നെ സാത്താൻ അറിവിന്റെയും ജ്ഞാനത്തിന്റെയും ഉറവിടമാണെന്ന് ലൂസിഫറിയൻസും സത്താനിസ്റ്റുകളും വിശ്വസിക്കുന്നു. വെളിച്ചമുള്ളവൻ ദൈവകത്വമുള്ളവനാണല്ലോ. ക്രിസ്തുമതത്തിൽ യേശു ലോകത്തിന്റെ വെളിച്ചമാണെന്ന് പറയപ്പെടുന്നു. എല്ലാ പ്രധാന മതങ്ങളിലും വെളിച്ചമെന്ന പദം സ്നേഹം, അറിവ്, ജ്ഞാനം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. മറ്റു മതങ്ങൾ അവരുടെ സന്ദേശം പരസ്യമായി പഠിപ്പിക്കുന്നു. അതിലെ അറിവുകൾ മനസ്സിലാക്കുവാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ലൂസിഫറേനിസത്തിലാവട്ടെ നിഗൂഢതയാണ് അതിന്റെ പ്രധാന സ്വഭാവം. അതിനുള്ളിലെ അറിവുകൾ മറച്ചുവെക്കുകയും മറ്റുള്ളവരുമായി പങ്കിടാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. യേശുവിൽ വിശ്വസിക്കുന്നതിലൂടെ മാത്രമേ രക്ഷ ലഭിക്കൂ എന്നാണ് ക്രിസ്ത്യാനിറ്റി പഠിപ്പിക്കുന്നത്. ലൂസിഫറേനിസമാകട്ടെ രഹസ്യവിജ്ഞാനം പഠിക്കുന്നതിലൂടെ ഒരാൾ രക്ഷിക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അറിവിലൂടെയുള്ള രക്ഷ, അതാണ് ലൂസിഫറേനിസത്തിന്റെ കാതൽ. ഇല്ലുമിനാറ്റികൾ എന്തുകൊണ്ടാണ് ലൂസിഫറേനിസത്തിൽ വിശ്വസിക്കുന്നത് എന്നതിനുള്ള ഉത്തരം ഇപ്പോൾ ലഭിച്ചു കാണുമല്ലോ. എന്തുകൊണ്ടാണ് ജൂതന്മാർ എപ്പോഴും പ്രതിസ്ഥാനത്തു വരുന്നത്? ഇല്ലുമിനാറ്റി എന്ന പദം ലാറ്റിനിൽ നിന്നുള്ളതാണ്. ഈ പദത്തിന്റെയും അർത്ഥം പ്രകാശം ചൊരിയുക എന്നത് തന്നെ. ഏതെങ്കിലും മതപരമായ ആദർശങ്ങൾ ഇല്ലുമിനാറ്റികൾ പിന്തുടരുന്നില്ല. കള്ളം പറയരുത്, മോഷ്ടിക്കരുത്, കൊലപാതകമരുത്, മോഹിക്കരുത് എന്നീ മോറൽ കോഡുകളൊന്നും അവർ പിന്തുടരാറില്ല. ഒരാൾ മരിക്കുമ്പോൾ അവർ ദൈവത്തിന്റെ മുമ്പാകെ നിൽക്കുമെന്നും അവരുടെ പാപങ്ങൾക്ക് ന്യായവിധി കൽപ്പിക്കപ്പെടുമെന്നും മിക്ക മതങ്ങളും വിശ്വസിക്കുന്നു. ഭൂമിയിലെ ജീവിതത്തിൽ ആരെങ്കിലും അവരുടെ ദുഷ്ടപ്രവൃത്തികൾക്ക് പിടിക്കപ്പെടാതെ കടന്നു പോവുകയാണെങ്കിൽ പോലും അവർ ഒരു ദിവസം മരണാനന്തര ജീവിതത്തിൽ തീർച്ചയായും അവന്റെ കർമ്മഫലം അനുഭവിച്ചേ തീരൂ എന്ന് മതങ്ങൾ വിശ്വസിക്കുന്നു. ഇല്ലുമിനാറ്റികൾക്ക് ഇതിനും ഉത്തരമുണ്ട്. ഇത്തരമൊരു ദൈവിക നീതിയിൽ തന്നെ അവർ വിശ്വസിക്കുന്നില്ലെന്നു മാത്രമല്ല, മരണാനന്തര ജീവിതത്തിലും അവർക്ക് വിശ്വാസമില്ല. മനുഷ്യനിൽ
ഒരാത്മാവ് നിലനിൽക്കുന്നുണ്ടെന്ന് തന്നെ അവർ വിശ്വസിക്കുന്നില്ല. മരിച്ചാൽ മരണാനന്തര ജീവിതമോ വിധിയോ ഇല്ല. ഇതേറെക്കുറെ ശാസ്ത്രത്തോട് ചേർന്ന് നിൽക്കുന്ന വീക്ഷണമാണെന്ന് തോന്നാം. മറ്റുള്ളവരുടെ പണവും സ്വാതന്ത്ര്യവും അവകാശങ്ങളും ജീവിതസുഖങ്ങളും കവർന്നെടുക്കുന്ന വിശ്വാസത്തട്ടിപ്പുകളായാണ് അവർ മുഖ്യധാരാ മതങ്ങളിലെ മരണാനന്തര ജീവിതത്തെയും വിധിയെയും കാണുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് ചെയ്യുക എന്നതാണ് ഇല്ലുമിനാറ്റിയുടെ തത്വചിന്ത. ഓരോ മനുഷ്യനും തനിക്കുവേണ്ടി മാത്രം നിലകൊള്ളുകയും ലോകത്തിന്റെ അടിസ്ഥാന ധാർമ്മിക നിയമങ്ങൾ തകർക്കുകയും ചെയ്താൽ ഭൂമിയിലെ ജീവിതം തന്നെ നരകമായിരിക്കും എന്നു പറയേണ്ടതില്ലല്ലോ. ഇല്ലുമിനാറ്റിയെക്കുറിച്ചുള്ള ചർച്ചകളിൽ മിക്കവാറും ഇടങ്ങളിലെല്ലാം യഹൂദ, അതായത് ജൂതവിരുദ്ധത കടന്നുവരാറുണ്ട്. ഒരു ചെറുവിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം യഹൂദന്മാരാണ് ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങളുടെയും കാതൽ. അവരാണ് അധികാരത്തിന്റെ കൊടുമുടികൾ. ജൂത ബാങ്കർമാരും ഹോളിവുഡിലെ ജൂതന്മാരുമെല്ലാം നിയന്ത്രിക്കുന്നു എന്നവർ പറയുന്നു. ഇല്ലുമിനാറ്റിയുടെ അധികാര കേന്ദ്രവും ജൂതന്മാർ നിയന്ത്രിക്കുന്നു എന്നൊരു ശക്തമായ വാദമുണ്ട്. പ്രോട്ടോകോൾസ് ഓഫ് ദ എൽഡേഴ്സ് ഓഫ് സയൺ എന്ന് പ്രചരിപ്പിക്കപ്പെട്ട രേഖകൾ തന്നെയാണ് ഇതിന് തെളിവായി എല്ലായിടത്തും ഉപയോഗിക്കാറുള്ളത്. യഹൂദരുടെ വീക്ഷണത്തിൽ എഴുതപ്പെട്ട ലോകാധിപത്യത്തിനാവശ്യമായ നടപടികളുടെ രൂപരേഖയാണത്രേ ഇതിലുള്ളത്. ലോകത്തെ തങ്ങളുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നതിന് ബാങ്കിംഗ് സംവിധാനത്തെയും മാധ്യമങ്ങളെയും രാഷ്ട്രീയ സ്ഥാപനങ്ങളെയും നിയന്ത്രിക്കേണ്ടതിന്റെ ആവശ്യകത ഇതിൽ വിവരിക്കുന്നുണ്ട് എന്ന് ഗൂഢാലോചനാ സിദ്ധാന്തക്കാർ പറയുന്നു. എന്നാൽ 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വ്യാജരേഖകളിലൊന്നാണ് ദ പ്രോട്ടോകോൾസ് ഓഫ് ദ എൽഡേഴ്സ് ഓഫ് സയൺ എന്ന രഹസ്യപുസ്തകം. സങ്കീർണവും വിചിത്രവുമായ ചരിത്രമാണ് പ്രോട്ടോകോളിന്റേത്. ദ പ്രോട്ടോകോൾസ് ഓഫ് ദ മീറ്റിംഗ് ഓഫ് ദ ലേൺഡ് എൽഡേഴ്സ് ഓഫ് സയൺ എന്നുകൂടി പേരുള്ള ഈ പുസ്തകം 1903 റഷ്യയിലാണ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത്. ലോകമേധാവിത്വം നേടുക എന്ന ലക്ഷ്യത്തോടെ 19-ാം നൂറ്റാണ്ടിന്റെ ഒടുവിൽ ലോകത്തിന്റെ പല ഭാഗത്തുമുള്ള ജൂത നേതാക്കൾ അതിരഹസ്യമായി നടത്തിയ ഒരു യോഗത്തിന്റെ മിനുട്സ് എന്ന നിലയിൽ 1903 ഓഗസ്റ്റ് 28 മുതൽ സെപ്റ്റംബർ 7 വരെ സെയിന്റ് പീറ്റേഴ്സ്ബർഗിലെ സാമ്യ എന്ന പത്രത്തിൽ പ്രോട്ടോകോൾ അച്ചടിച്ചുവന്നു. ജൂതവിരോധിയായ പാവൽ ക്രൂഷവനായിരുന്നു സാമയുടെ പ്രസാധകൻ. സെർജിയസ് നീലസ് എന്ന അന്തിക്രിസ്തുവിശ്വാസിയായ മതഭക്തനായിരുന്നു ഇയാൾ. ഹീബ്രുവിൽ നിന്നുള്ള വിവർത്തനമാണ് ഇതെന്നും നീലസ് അവകാശപ്പെട്ടു. കച്ചവടത്തിന് പരമപ്രാധാന്യം നൽകുകയും ലോകസമ്പദ്ഘടനകൾ, പത്രങ്ങൾ, ബാങ്കുകൾ തുടങ്ങിയവ ജൂതരുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ പദ്ധതിയിടുകയും ചെയ്യുന്ന ഈ രഹസ്യരേഖയിൽ 24 പ്രോട്ടോക്കോളുകളുണ്ട്. 1906 പ്രസിദ്ധീകരിച്ച ദ ഗ്രേറ്റ് ഇൻ ദ സ്മോൾ ആൻഡ് ആന്റിക്രൈസ്റ്റ് എന്ന പുസ്തകത്തിലെ അന്തിമ അധ്യായമായും പ്രോട്ടോക്കോൾ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. റഷ്യയിലെയും ജർമ്മനിയിലെയും ജൂതരെ വേട്ടയാടാനും ഉന്മൂലനം ചെയ്യാനുമുള്ള പ്രകോപന രേഖയായാണ് പ്രോട്ടോക്കോൾ യഥാർത്ഥത്തിൽ ഉപകാരപ്പെട്ടത്. ഒരു ദശകം കഴിഞ്ഞപ്പോഴേക്കും പടിഞ്ഞാറൻ യൂറോപ്പിലും അമേരിക്കയിലും പ്രോട്ടോക്കോളിന്റെ പരിഭാഷകൾ പ്രത്യക്ഷപ്പെട്ടു. കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തെ തുടർന്ന് പലായനം ചെയ്ത റഷ്യക്കാരാണ് അത് അങ്ങോട്ടേക്കെത്തിച്ചതെന്നും പറയപ്പെടുന്നു. 1920കളുടെ തുടക്കത്തിൽ അമേരിക്ക, ഫ്രാൻസ്, ഇറ്റലി, പോളണ്ട്, സ്വീഡൻ, ഡെൻമാർക്ക്, സിറിയ, പാലസ്തീൻ, ഈജിപ്ത് എന്നിവിടങ്ങളിലെല്ലാം പ്രോട്ടോക്കോളിന്റെ പരിഭാഷ എത്തിച്ചേർന്നു. കാർ വ്യവസായിയായ ഹെൻറി ഫോർഡ് അത് പ്രസിദ്ധീകരിക്കാൻ ധനസഹായവും നൽകി. ജൂതരും ഫ്രീമേസൺ പ്രസ്ഥാനക്കാരും ചേർന്ന് നടത്തുന്ന ഗൂഢാലോചന പുറത്തുകൊണ്ടുവന്ന ചരിത്രപരമായ രേഖയായി പ്രോട്ടോക്കോൾ എങ്ങും വാഴ്ത്തപ്പെട്ടു. ലണ്ടനിലെ ടൈംസ് പത്രം പോലും അതിന്റെ ആധികാരികത അംഗീകരിച്ചു എന്നതാണ് അതിശയം. ജൂതവിരോധം നെരിപ്പോടുപോലെ പുകയാൻ തുടങ്ങി. എന്നാൽ കഥ മാറുകയായിരുന്നു. ടൈംസിന്റെ ഇസ്താംബുൾ ലേഖകൻ ഫിലിപ്പ് ഗ്രേവ്സ് 1921 ഓഗസ്റ്റിൽ പ്രോട്ടോക്കോൾ ഒരു സാഹിത്യ തട്ടിപ്പാണെന്ന് വെളിപ്പെടുത്തിയ ഏതാനും റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ചു.
ഫ്രാൻസിലെ ജനാധിപത്യവാദിയും കത്തോലിക്കനുമായ മോറിസ് ജൂളി എന്ന അഭിഭാഷകൻ 1864 എഴുതിയ മാക്കിവെല്ലിയും മൊണ്ടസ്ക്യൂവും തമ്മിൽ നരകത്തിൽ നടന്ന സംവാദം എന്ന ഫ്രഞ്ച് രാഷ്ട്രീയാക്ഷേപ ഹാസ്യകൃതിയിൽ നിന്നുള്ള ഒരു മോഷണമായിരുന്നു പ്രോട്ടോകോൾ. അധികമാർക്കും അറിയാത്ത ഈ കൃതി നെപ്പോളിയൻ മൂന്നാമന്റെ ഭരണത്തോടുള്ള വിമർശനമായിരുന്നു. അതിന്റെ പേരിൽ ഫ്രഞ്ച് ഭരണകൂടം പുസ്തകം കണ്ടുകെട്ടി ജോളിയെ ജയിലിലടച്ചു. അയാൾ അവിടെ വെച്ച് ആത്മഹത്യ ചെയ്തു. പുസ്തകത്തിന്റെ ഒരു പ്രതി ബ്രിട്ടീഷ് ലൈബ്രറിയും മറ്റൊരെണ്ണം റഷ്യൻ രഹസ്യ പോലീസായ ഒഹ്റാനയുടെ പാരീസിലെ മേധാവിയായിരുന്ന ഇവാനോവിച്ച് റാച്കോവിസ്കിയും കരസ്ഥമാക്കി. ജോളിയുടെ കൃതിയിൽ നിന്നുമുള്ള ഭാഗത്തിൽ 1868 ജർമ്മൻ ഭാഷയിൽ ജൂതവിരോധിയായ ഹെർമൻ ഗോട്ഷെ എന്നയാൾ എഴുതിയ ബിയാറ്റിസ് എന്ന നോവലിലെ ഒരധ്യായം കൂടി കലർത്തിയാണ് സെർജിയസ് നീലസ് റഷ്യൻ ഭാഷയിൽ പ്രോട്ടോകോൾ നിർമ്മിച്ചത്. റഷ്കോവിസ്കി ആയിരുന്നു ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ. ബൈബിളിൽ പരാമർശിക്കുന്ന 12 ജൂതഗോത്രങ്ങളുടെ മൂപ്പന്മാർ ലോകമേധാവിത്വ പദ്ധതിയുമായി പ്രാഗ് നഗരത്തിലെ ഒരു സെമിത്തേരിയിൽ രഹസ്യമായി സമ്മേളിക്കുന്നതും സാത്താൻ പ്രത്യക്ഷപ്പെടുന്നതുമൊക്കെയാണ് നോവലിലെ അധ്യായത്തിലുണ്ടായിരുന്നത്. സർ ജോൺ റാഡ്ക്ലിഫ് എന്ന തൂലികാനാമത്തിലാണ് ഹെർമൻഗോഡ് ആ നോവൽ എഴുതിയത്. വ്യാജരേഖയാണെന്ന് തെളിഞ്ഞുവെങ്കിലും പ്രോട്ടോകോളിന്റെ പ്രചാരവും ഉപയോഗവും കുറഞ്ഞില്ല. ജൂതർക്കെതിരായ നാസി പ്രചാരണത്തിന് അത് ഉപയോഗിക്കപ്പെട്ടു. ജർമ്മൻ നാസികൾക്ക് അത് പാഠപുസ്തകമായി. ഹിറ്റ്ലർ തന്റെ ആത്മകഥയായ മെയിൻ കാംഫിൽ പ്രോട്ടോകോളിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുമുണ്ട്. പിന്നീട് ഹോളോകോസ്റ്റിന് തിരികൊടുത്താനും നാസികൾക്ക് പ്രോട്ടോകോൾ സഹായകരമായി. ഇന്നും അറബി രാജ്യങ്ങളിലെ ഇസ്ലാമിക സംഘടനകൾ ഇസ്രായേലുമായുള്ള എതിർപ്പിന്റെ ഭാഗമായി പ്രോട്ടോകോളിനെ ജൂതരഹസ്യ പദ്ധതിയുടെ ചരിത്രരേഖയായി അവതരിപ്പിക്കാറുണ്ട്. പ്രോട്ടോകോൾ തട്ടിപ്പിനെപ്പറ്റി ഒട്ടേറെ പുസ്തകങ്ങൾ ഇംഗ്ലീഷിലും മറ്റ് യൂറോപ്യൻ ഭാഷകളിലും പുറത്തുവന്നിട്ടുണ്ട്. സെമിറ്റിക് വിരോധം കത്തിനിൽക്കുന്ന പ്രോട്ടോകോൾ വ്യാജരേഖയാണെന്ന് തെളിഞ്ഞിട്ടുണ്ടെങ്കിലും ഇത്തരം വ്യാജരേഖകളുണ്ടാക്കിയ രക്തസാന്ദ്രമായ സ്പർദ്ധകൾ ലോകത്തിന്നും ബാക്കി നിൽക്കുന്നു. 9/11 ശേഷം അതെത്രയോ തീവ്രമാണ്. യൂറോപ്പിലെ മധ്യകാല ക്രൈസ്തവ ഭൂതശാസ്ത്രത്തിൽ ജൂതർ പിശാചിന്റെ ദാസന്മാരായാണ് ചിത്രീകരിക്കപ്പെട്ടത്. പ്രോട്ടോകോൾ യഹൂദർ തന്നെ തയ്യാറാക്കിയതാണ് എന്ന് ലോകമെമ്പാടും പ്രചരിപ്പിച്ചത് നാസികളുടെ നേതാവായ ഹിറ്റ്ലറാണ്. യഹൂദ ജനതയ്ക്കെതിരെ വിദ്വേഷം ആളിക്കത്തിക്കാൻ ഈ ഒരു പ്രചാരണത്തിനാവുമെന്ന് ഹിറ്റ്ലർ വിശ്വസിച്ചു. ഏതാണ്ട് ആ പ്രചാരണം നാസി ജർമ്മനിയിലെ ബഹുഭൂരിപക്ഷവും വിശ്വസിച്ചു എന്ന് തന്നെയാണ് ഹിറ്റ്ലറിന്റെ പിന്നീടുണ്ടായ തുടർ വിജയങ്ങളിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. യഹൂദമതത്തിന്റെ പ്രധാന തീം തന്നെ പ്രകൃത്യാ രഹസ്യമാണെന്നുള്ളതും അവരുടെ ആചാരസംബന്ധമായ കാര്യങ്ങൾ അവരുടെ മത ആചാര്യന്മാരായ ജൂതപരീശന്മാർ തീർത്തും രഹസ്യമായി നിർവഹിച്ചിരുന്നതുകൊണ്ടും ഇത്തരമൊരു പ്രചാരണം വിശ്വസിക്കുവാൻ ആളുകൾക്ക് സംശയമുണ്ടായില്ല. ജൂതന്മാരെ ലോകത്തിന്റെ കേന്ദ്രബിന്ദുവായി കണക്കാക്കുന്ന ഭാഗങ്ങളും ലോകത്തെ ഭരിക്കാൻ ദൈവത്താൽ നിയമിക്കപ്പെട്ട വംശമാണ് തങ്ങളുടെ വംശമെന്ന് വിശ്വസിക്കാൻ ചില ജൂതന്മാർക്ക് ന്യായീകരണം നൽകുകയും ചെയ്യുന്ന ചില സൂചനകളും അവരുടെ വിശുദ്ധ പുസ്തകമായ തോറയിലുണ്ടെന്നുള്ള വ്യാഖ്യാനങ്ങളും കൂടിയായപ്പോൾ ജൂതന്മാർ തന്നെയാണ് ഇല്ലുമിനാറ്റി നിയന്ത്രിക്കുന്നത് എന്ന വാദത്തിന് പിന്നെയും ബലം വർദ്ധിച്ചു. അഡോൾഫ് ഹിറ്റ്ലർ ഈ സിദ്ധാന്തങ്ങളെല്ലാം ഹോളോകോസ്റ്റിന്റെ പ്രവർത്തനങ്ങളെ ന്യായീകരിക്കാൻ വിദഗ്ധമായി ഉപയോഗിച്ചു. വിവരങ്ങളാണ് ശക്തി. എലി ചത്താൽ വാർത്ത പൂച്ച ചാകുന്നതുവരെ, പൂച്ച ചത്താൽ വാർത്ത പുലി ചാകുന്നതുവരെ എന്നൊരു ചൊല്ല് കേട്ടിട്ടുണ്ടാകുമല്ലോ. വാർത്തകളാണ് ഒരു പരിധിവരെ മനുഷ്യജീവിതത്തെ നിയന്ത്രിക്കുന്നത് എന്നു പറഞ്ഞാലും അതിൽ അതിശയോക്തിയില്ല. ഏതൊക്കെ വാർത്തകൾ കൊണ്ട് ഏതൊക്കെ വാർത്തകൾ ഇല്ലാതാക്കാമെന്നും ഇല്ലാതാക്കുന്ന വാർത്തകൾ കൊണ്ട് എത്രമാത്രം ധനമുണ്ടാക്കാമെന്നുമാണ് മാധ്യമലോകത്തെ നിയന്ത്രിക്കുന്നവർ ഇന്ന് ശ്രദ്ധ കൊടുക്കുന്നതെന്നും ഒരു പ്രചാരണം സജീവമായുണ്ട്. ഇന്നത്തെ മാധ്യമലോകത്തെ സൂക്ഷ്മമായി ശ്രദ്ധിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്ന ആളുകൾക്ക് ഈ പ്രചാരണത്തിൽ വാസ്തവമുണ്ട് എന്നു തോന്നാം.
ഏതു സമ്പത്തിനേക്കാളും അധികാരത്തെക്കാളും ശക്തമാണ് വിവരങ്ങളുടെ നിയന്ത്രണം. വിവരങ്ങൾക്കും വാർത്തകൾക്കും അനുസരിച്ചാണ് ലോകത്തിന്റെ സഞ്ചാരം. വാർത്തകളുടെയും വിവരങ്ങളുടെയും കുത്തകാവകാശം ഒരർത്ഥത്തിൽ ലോകാധിപത്യം തന്നെയാണ്. ഇല്ലുമിനാറ്റിയുടെ പ്രാഥമിക ലക്ഷ്യങ്ങളിലൊന്നുതന്നെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ ഉറവിടങ്ങൾ സ്വന്തമാക്കുക എന്നതാണ്. ലോകത്തെ ഏറ്റവും വലിയ ടെലിവിഷൻ നെറ്റ്വർക്കുകൾ, പത്രങ്ങൾ, മാഗസിൻ, ബുക്ക് പബ്ലിഷേഴ്സ്, റേഡിയോ നെറ്റ്വർക്കുകൾ, ഫിലിം സ്റ്റുഡിയോകൾ എന്നിവയെല്ലാം ഇല്ലുമിനാറ്റി ശാഖകളുടെ ഉടമസ്ഥതയിലുള്ളതും അവരാൽ നിയന്ത്രിക്കപ്പെടുന്നതുമാണ് എന്ന് പ്രബലമായ ഒരു വിശ്വാസമുണ്ട്. ആവശ്യമില്ലാത്ത വിവരങ്ങൾ അല്ലെങ്കിൽ വാർത്തകൾ പൊതുസമൂഹത്തിലേക്ക് എത്തപ്പെടാതിരിക്കാനുള്ള ഗേറ്റ് കീപ്പർമാരുടെ ജോലിയാണത്രേ എഡിറ്റർമാർ എഡിറ്റോറിയൽ പോളിസി എന്ന പേരിൽ നടപ്പാക്കുന്നത് എന്ന് പറഞ്ഞുവരുന്നു. മുഖ്യധാരാ മാധ്യമ കമ്പനികളിലെ എഡിറ്റർമാർ അവർ പോലും അറിയാതെ ഇല്ലുമിനാറ്റിക്കു വേണ്ടിയാണ് ജോലി ചെയ്യുന്നത് എന്നും ഇത്തരം പ്രചാരണങ്ങളിൽ വിശ്വസിക്കുന്നവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഏത് സ്റ്റോറികൾ നിർമ്മിക്കണം, അവയ്ക്കേത് ആംഗിൾ ഉണ്ടായിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള നിയന്ത്രണങ്ങളെല്ലാം നടപ്പാക്കുന്നത് ഇവരുടെ അഭിപ്രായത്തിൽ ഇല്ലുമിനാറ്റി ലോഡ്ജുകളാണ്. വാർത്തകളിൽ നിന്നും ജനത്തിന്റെ ശ്രദ്ധയെ തിരിച്ചുവിടാനായി ബ്രഹ്മാണ്ഡ റിയാലിറ്റി ഷോകൾ തയ്യാറാക്കുന്നത് ഇല്ലുമിനാറ്റിക്കു വേണ്ടിയാണെന്നും ഈ പ്രചാരണത്തിൽ വിശ്വസിക്കുന്നവർ പറയുന്നു. ഈ വാദത്തിന്റെ ആധികാരികത ഉറപ്പിക്കുവാൻ ബവേറിയൻ ഇല്ലുമിനാറ്റിയുടെ സ്ഥാപകനായ ആദം വേറ്റ്ഷോപ്പിന്റെ വാക്കുകൾ തന്നെയാണ് ആളുകൾ ഉപയോഗിക്കുന്നത്. 1700കളിൽ തന്നെ വിവരങ്ങൾ, വാർത്തകൾ നിയന്ത്രിക്കുന്നതിനുള്ള ശക്തി അദ്ദേഹം മനസ്സിലാക്കിയതായി കാണാം. വേറ്റ്ഷോപ്പ് എഴുതി, റീഡിംഗ് സൊസൈറ്റികളും സബ്സ്ക്രിപ്ഷൻ ലൈബ്രറികളും സ്ഥാപിക്കുന്നതിലൂടെയും ഇവയെ നമ്മുടെ തന്നെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നതിലൂടെയും പൊതുസമൂഹം ആകമാനം നമ്മൾ ആഗ്രഹിക്കുന്ന വഴി ഏതാണോ അതിലൂടെ നയിക്കുവാൻ കഴിയും. അതുപോലെ നമ്മൾ സൈന്യത്തിൽ സ്വാധീനം നേടാൻ ശ്രമിക്കണം. അതത്ര എളുപ്പമാണെന്ന് ഞാൻ കരുതുന്നില്ല. അക്കാദമികൾ, പ്രിന്റിംഗ് ഹൗസുകൾ, ബുക്ക് സെല്ലിംഗ് ഷോപ്പുകൾ, ചുരുക്കത്തിൽ എല്ലാ അധികാര കേന്ദ്രങ്ങളിലും നമുക്ക് സ്വാധീനമുണ്ടാകണം. മനുഷ്യമനസ്സിനെ രൂപപ്പെടുത്തുന്നതിൽ കലകൾക്കുള്ള പങ്കും വിസ്മരിക്കരുത്. കൊത്തുപണിക്കാരുടെയും ശില്പവിദ്യക്കാരുടെയും മറ്റ് കലാപ്രവർത്തനങ്ങൾ നടത്തുന്നവരുടെ ഇടയിലും നിയന്ത്രണം നമുക്കായിരിക്കണം. തങ്ങളുടെ ശത്രുക്കളെ അപകീർത്തിപ്പെടുത്തുവാനും തങ്ങൾക്ക് വേണ്ടവരെ വളർത്തുവാനും മാധ്യമങ്ങൾ എത്രത്തോളം ശക്തമാണെന്ന് ഇല്ലുമിനാറ്റി അംഗങ്ങൾ തിരിച്ചറിഞ്ഞു എന്നാണ് വേറ്റ്ഷോപ്പിന്റെ ഈ വാക്കുകളിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. എന്റർടൈൻമെന്റ് ബിസിനസ്സിൽ പൂർണ്ണമായും അവർ നുഴഞ്ഞു കയറുകയും ഇപ്പോൾ അതിൽ നിർണായക തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നത് ഇല്ലുമിനാറ്റിയാണെന്നും പ്രചാരണങ്ങളുണ്ട്. വേറ്റ്ഷോപ്പ് മറ്റൊരെഴുത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: സ്ത്രീകളേക്കാൾ ശക്തമായി പുരുഷന്മാരെ സ്വാധീനിക്കാൻ മറ്റൊരു മാർഗവുമില്ല. അതിനാൽ സ്ത്രീകളെക്കുറിച്ചായിരിക്കണം നമ്മുടെ മുഖ്യ പഠനം. സ്വേച്ഛാധിപത്യത്തിൽ നിന്നുള്ള മോചനത്തിന്റെ സന്ദേശങ്ങളും സൂചനകളും സ്ത്രീകൾക്കായി നാം നൽകിക്കൊണ്ടേയിരിക്കണം. പരിണാമകാലം മുതൽ ഏതെങ്കിലും ഒരു ബന്ധനത്തിൽ പെട്ടുകിടക്കുന്ന സ്ത്രീകളുടെ മോചനത്തിനു വേണ്ടി നിലകൊള്ളുകയും വേണം. ബന്ധനത്തിൽ നിന്ന് മോചിതരാകുന്നത് അവരുടെ അടിമ മനസ്സുകൾക്ക് വലിയ ആശ്വാസം നൽകും. ആ ആശ്വാസവും പ്രതീക്ഷയും തീക്ഷ്ണതയോടെ നമുക്കുവേണ്ടി പ്രവർത്തിക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യും. ദേശീയ രാഷ്ട്രീയത്തിലോ അന്തർദേശീയ രാഷ്ട്രീയത്തിലോ എന്താണ് സംഭവിക്കുന്നത് എന്നറിയുന്നതിനേക്കാൾ അടുത്ത കാലത്ത് ഗർഭിണിയായ ഒരു സിനിമാ താരത്തിന്റെ വിശേഷങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു സുഹൃത്ത് നമുക്കെല്ലാവർക്കുമുണ്ടാകും. വാർത്താ ഫീഡുകളേക്കാൾ ഗോസിപ്പ് വാർത്തകളാണ് മിക്കപ്പോഴും നമ്മുടെ സോഷ്യൽ മീഡിയ ഫീഡുകളിൽ വന്ന് നിറയുന്നതെന്ന കാര്യവും നാം പലപ്പോഴും അതിശയത്തോടെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മൾ ഒരിക്കൽ പോലും ഫോളോ ചെയ്യാത്ത പേജുകളിൽ നിന്ന് പോലും വരുന്ന ഇത്തരം വാർത്തകൾ യാദൃച്ഛികമല്ല, മനഃപൂർവമാണ് എന്നോർക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള സെൽഫ് ഇംപ്രൂവ്മെന്റ് പുസ്തകങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകൾക്കായി ഓഡിയോ മല്ലു ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുമല്ലോ.